അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശബ്ദം കേൾക്കുന്നുണ്ടോ? ഓക്കെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. صدق الله العلي العظيم. قال رسول الله صلى الله عليه وسلم من يعش منكم بعدي فسيرى اختلافا كثيرا فعليكم بسنتي وسنة الخلفاء الراشدين المهديين تمسكوا بها وعضوا عليها بالنواجذ. صدق رسول الله صلى الله عليه وسلم. ആദരണീയരായ SGV കൂട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ ഏറ്റവും പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിച്ച് നല്ലവരോടൊപ്പം സ്വർഗത്തിൽ ചേരാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ദീനിന്റെ ആശയങ്ങൾ നേരായ രൂപത്തിൽ മനസ്സിലാക്കി സ്വന്തം ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് മാതൃകയാവാനും അല്ലാഹു തആല നമ്മെ സഹായിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്തുകൊണ്ട്, കഴിഞ്ഞ ആഴ്ചയിൽ നേരത്തെ തുടങ്ങി വന്നിരുന്ന തൗഹീദ് എന്ന ക്ലാസിന്റെ ഒരു താൽക്കാലിക പരിസമാപ്തി കുറിക്കുകയും അടുത്ത വിഷയം കഴിഞ്ഞ ആഴ്ചയുണ്ടായ ചില ചോദ്യങ്ങളോടനുബന്ധിച്ച് തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് വിശദമായ ഒരു പഠനം ആവശ്യമാണ് എന്ന് ചില സുഹൃത്തുക്കൾ ആവശ്യപ്പെടുകയും ചെയ്തതനുസരിച്ചാണ് അങ്ങനെ ഒരു ക്ലാസിനെ കുറിച്ച് ശ്രമിക്കാം എന്ന് പറഞ്ഞത്. വളരെ കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടാണ് തബ്ലീഗ് ജമാഅത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. കാരണം കേരളത്തിലെ ഉലമാക്കള് ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് തീരുമാനം പറഞ്ഞാൽ അത് ആധികാരികമായ അന്വേഷണങ്ങളും പഠനങ്ങളും നടത്തി പഠിക്കേണ്ടയിടത്തൊക്കെ കൃത്യമായ പഠനം നടത്തി നല്ല ഉഖ്റവിയായ ഉലമാക്കൾ സമൂഹത്തിനെ ഉത്ബുദ്ധരാക്കിയ ചരിത്രമേ നമ്മുടെ നേതാക്കൾക്കുള്ളൂ. അതുകൊണ്ട് തന്നെ തബ്ലീഗ് ജമാഅത്തും കേരളത്തിലെ മറ്റു ബിദ്അഈ പ്രസ്ഥാനക്കാരുടെ കൂട്ടത്തിലാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അതേക്കുറിച്ച് പഠനം നടത്തി തീരുമാനം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ കാലഘട്ടങ്ങളിൽ പൊതുസമൂഹത്തിൽ എപ്പോഴും അത് ചർച്ചയായിരുന്നു. ഈ പുത്തൻ തലമുറക്കൊരു പക്ഷേ തബ്ലീഗ് ജമാഅത്തുമായി ബന്ധപ്പെട്ട അവരുടെ കുഴപ്പങ്ങളും അവരുടെ തകരാർ എന്താണ്, അവരുടെ തെറ്റുകൾ എവിടെയാണ് എന്നതിനെക്കുറിച്ച് സാധാരണ ബിദ്അത്തുകാരിൽ നിന്ന് വ്യത്യസ്തമായ വേഷവിധാനങ്ങൾ, വളരെ അധികം വഞ്ചനാപരമായ വേഷവിധാനമെന്നാണ് പറയേണ്ടത്. പണ്ഡിതന്മാരുടെ വേഷം ധരിച്ച് ഇന്നലെ വരെ ഒന്നും അറിയാതെയും ഒന്നും പഠിക്കാതെയും നടന്നവൻ ഒറ്റ ദിവസം കൊണ്ട് കണ്ടാൽ വലിയ ആലിമിന്റെ കോലത്തിലേക്ക് വേഷം മാറി നടത്തുന്ന ഈ പ്രവർത്തനത്തിന്റെ യഥാർത്ഥ രൂപം എന്താണെന്ന് മനസ്സിലാക്കാൻ, അത് സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് പണ്ഡിത ലോകത്തിന് ബാധ്യതയുണ്ട്. ആ കർത്തവ്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ മാധ്യമങ്ങളിൽ ഒന്നാണ് SGV. അപ്പോൾ SGVയും ആദർശ രംഗത്ത് ഇത്തരം കടമകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല അത് കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, ആവർത്തന വിരസതയില്ലാതെ സുന്നത്ത് ജമാഅത്ത് ഏത് പ്രസ്ഥാനത്തെക്കുറിച്ച് പറയുമ്പോഴും നാം ഒന്ന് അനുസ്മരിക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ 1, 2, 3 ആഴ്ചകളുടെയൊക്കെ ക്ലാസ് കൊണ്ടേ തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് നമുക്ക് പറയാനുള്ള അഭിപ്രായങ്ങളുടെ പൂർണ്ണ ചിത്രം വ്യക്തമാവുകയുള്ളൂ. ചില കാര്യങ്ങളൊക്കെ ഇന്ന് നമുക്ക് അല്പസമയത്തിനുള്ളിൽ സംസാരിക്കാം. അള്ളാഹുവിന്റെ ദീൻ അത്
ഒരുപാട് അമ്പിയാക്കന്മാര് പ്രബോധനം ചെയ്തപ്പോ യഥാർത്ഥത്തിൽ ദീന് എന്ന് പറയുന്നത് വിശ്വാസപരമായ കാര്യങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ്. നമ്മുടെ മദ്രസ പാഠപുസ്തകങ്ങളിലൊക്കെ ദീനിയാത്ത്, അമലിയാത്ത് ഇങ്ങനെയാണ് പണ്ടേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇതിൽ ദീനിയാത്ത് എന്ന് പറയുന്നത് അഖീദയുടെ ഭാഗങ്ങളെ കുറിച്ചാണ്. അമലിയാത്ത് എന്ന് പറയുന്നത് കർമ്മശാസ്ത്രത്തെക്കുറിച്ചും ആണ്. അപ്പൊ ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ പ്രബോധനം ചെയ്തപ്പോൾ ദീനിയാത്ത് എന്ന് പറയുന്ന അഖീദയുടെ ഭാഗം ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവരും ഒരേ അഖീദയാണ് അവരവരുടെ സമൂഹത്തിൽ പ്രചരിപ്പിച്ചിട്ടുള്ളത്. ശറഅ ലക്കും മിനദ്ദീനി മാ വസ്വാ ബിഹി നൂഹൻ വല്ലദീ ഔഹൈനാ ഇലൈക വമാ വസ്വൈനാ ബിഹി ഇബ്രാഹീം വമൂസാ വഈസ അൻ അഖീമുദ്ദീന വലാ തതഫറഖൂ ഫീഹി. സൂറത്തു ശൂറയിൽ അല്ലാഹു തആല നമ്മോട് പറഞ്ഞതാണ്, ശറഅ ലക്കും മിനദ്ദീനി, ദീൻ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഞാൻ ശറഅാക്കി തന്നത് മാ വസ്വാ ബിഹി നൂഹൻ, നൂഹ് നബി അലൈഹിസ്സലാമിനോട് വസിയത്ത് ചെയ്ത അതേ കാര്യമാണ്. വല്ലദീ ഔഹൈനാ ഇലൈക വമാ വസ്വൈനാ ബിഹി ഇബ്രാഹീമ വമൂസ വഈസ. മുൻകാല പ്രവാചകന്മാരെ മുഴുവനും ഉദ്ദേശിച്ചുകൊണ്ട് അതിൽ പ്രധാനികളായ ചിലരുടെ പേര് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു തആല ഈ കാര്യം സമർത്ഥിക്കുന്നത്. എന്ത്? എല്ലാവർക്കും തന്ന വിശ്വാസകാര്യം ഒന്ന് തന്നെയാണ്. വിശ്വാസത്തിൽ ഒരു നബിയും ഒരു നബിയുടെ ജനതയും മറ്റൊരു നബിയോടും ജനതയോടും എതിരായിട്ടില്ല. എല്ലാവരുടെയും അഖീദ. അതുകൊണ്ടാണ് ദീൻ ഒന്നാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, അൻ അഖീമുദ്ദീന വലാ തതഫറഖൂ ഫീഹി. ഈ വിഷയത്തിൽ നിങ്ങൾ എവിടെയും ഭിന്നിക്കാൻ പാടില്ല. ആദർശമാണ് ദീൻ എന്ന് പറഞ്ഞാൽ. ആദർശം എന്ന് പറഞ്ഞാൽ അഖീദയല്ലേ, കർമ്മ അല്ല. കർമ്മം വേറെയാണ്. കർമ്മം എല്ലാ നബിമാർക്കും എന്ന് അല്ലെങ്കിൽ ഒരുപാട് നബിമാർ, മിക്ക നബിമാരുടെയും ശരീഅത്ത് എന്ന് പറയുന്ന കർമ്മരംഗത്തെ ശറഅ് വേറെയാണ്. ലികുല്ലിൻ ജഅൽനാ മിൻകും ശിർഅത്തൻ വമിൻഹാജ. ഖുർആനിൽ ആ കാര്യം അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അഖീദ എല്ലാവർക്കും ഒന്നാണ്. എല്ലാവരും പഠിപ്പിച്ച തൗഹീദ് ഒന്നാണ്. എല്ലാ കാലത്തും തൗഹീദിന്റെ നിർവചനം ഒന്നാണ്. എല്ലാവരും സമരം ചെയ്തത് ഒരേ ശിർക്കിനെതിരിലാണ്. അവിടെ ഒരു മാറ്റവുമില്ല. അവിടെ നിങ്ങൾ ഭിന്നിക്കരുത് എന്നാണ് സൂറത്തിലെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞത്. അതേസമയം സൂറത്ത് മായിദയിൽ പറഞ്ഞു, ലികുല്ലിൻ ജഅൽനാ മിൻകും ശിർഅത്തൻ വമിൻഹാജ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ജീവിത രീതി, ശരീഅത്ത് നിയമങ്ങൾ നാം ആക്കിയിട്ടുണ്ട്. വലൗ ഷാ അല്ലാഹു ലജഅലക്കും ഉമ്മത്തൻ വാഹിദ. അല്ലാഹുക്ക് വേണമെങ്കിൽ എല്ലാവർക്കും ഒരേ ശരീഅത്ത് നൽകാമായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല. വലാകിൻ ലിയബ്ലുവക്കും ഫീമാ ആതാക്കും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും തന്ന കർമ്മകാര്യങ്ങളിൽ ഓരോരുത്തരെ വ്യത്യസ്ത കർമ്മങ്ങളിലൂടെ പരീക്ഷിക്കാൻ വേണ്ടിയാണത്. അതുകൊണ്ട് ഫസ്തബിക്കുൽ ഖൈറാത്തി, കർമ്മരംഗത്തുള്ള ആ നന്മകളിൽ നിങ്ങൾ ഓരോരുത്തരും മത്സരിച്ചോളൂ എന്ന് പറഞ്ഞ് കർമ്മരംഗം വ്യത്യസ്ത ശരീഅത്തുകളായിരുന്നുവെന്നും വിശ്വാസരംഗം എല്ലാവർക്കും ഒന്നാണെന്നും പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ നാം എപ്പോഴും കേട്ടിട്ടുള്ളതാണ്. മുൻകാലത്തെ അമ്പിയാക്കന്മാർ അവരെ സമൂഹത്തിന് പഠിപ്പിച്ച ഈ അഖീദ അന്ത്യപ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അത് തന്നെയാണ് പഠിപ്പിച്ചത്. തങ്ങളെ കാലശേഷം പ്രവാചകരില്ലാതെ തന്നെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ഈ ദീന്, അതിന്റെ ആദർശങ്ങളും അതിന്റെ കർമ്മങ്ങളുമെല്ലാം ഇനി മുൻകാലക്കാരെ പോലെ നമുക്ക് നബിമാര് വരില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഖിയാമത്ത് നാൾ വരെ ഉള്ള സമൂഹത്തിന്റെ ഓരോ ചലനങ്ങളെക്കുറിച്ചും ആവശ്യമായ നിർദ്ദേശങ്ങൾ പരിശുദ്ധ ഖുർആൻ അതിന്റെ വിശദീകരണങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നപ്പോൾ ആ ആദർശ രംഗത്ത് അന്ത്യനാളിനിടയ്ക്കുണ്ടായേക്കാവുന്ന വ്യത്യസ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാൻ, പിൻകാലത്ത് ജീവിക്കുന്ന സമൂഹങ്ങളിൽ ഭിന്ന വിഭാഗങ്ങൾ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ ഒരുപാട് ഹദീസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് പറഞ്ഞപ്പോഴൊക്കെ അവിടെ ആ ഭിന്നതയുടെ അപകടങ്ങളിൽ പെട്ടുപോകാതെ ദീനിന്റെ സിറാത്തുൽ മുസ്തഖീമിലൂടെ പോകാനുള്ള വഴിയെന്താണെന്ന നിർദ്ദേശവും തന്നിട്ടുണ്ട്. അതെന്തായിരുന്നു? മൻ യഅ്ശു മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ. റിയാദ് ഇബ്നു സാരിയ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്.
അബൂദാവൂദ് ഉദ്ധരിച്ചതാണ്. ഇസ്ലാം മതത്തിലെ എല്ലാ വിഭാഗങ്ങളും ഒരുപോലെ സമ്മതിച്ചു വരുന്നൊരു ഹദീസാണിത്. മൻ യഅ്ശു മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ. എന്റെ കാലശേഷം ജീവിക്കുന്നവർക്ക് ഈ മതത്തിനകത്ത് ധാരാളം ഇഖ്തിലാഫുകൾ, ഭിന്ന ചിന്തകൾ അഥവാ അവാന്തര വിഭാഗങ്ങൾ പലതും ഈ സമുദായത്തിനകത്ത് ഉണ്ടാകും. സമുദായത്തിന്റെ ഉള്ളിലുള്ളവരുടെ ഭിന്നിപ്പിനെ കുറിച്ചാണ് സൂചിപ്പിച്ചത്. ഇതര സമുദായങ്ങളെ കൂട്ടിപ്പിടിച്ച് മനുഷ്യരുടെ മൊത്തം ഭിന്നിപ്പല്ല, മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആശയത്തെ അംഗീകരിച്ചിട്ടുള്ള മുസ്ലിമീങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളുകൾ അവസാന കാലമാവുമ്പോഴേക്ക് വിവിധങ്ങളായ ആദർശത്തിന്റെ ആളുകളായി മാറും എന്ന് പറഞ്ഞിട്ട് ഫഅലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ തമസ്സകൂ ബിഹാ വഅദ്ലു അലൈഹാ ബിന്നവാജിദ്. അവിടെ നിങ്ങൾ എന്തു ചെയ്യണം? ഞാൻ ജീവിച്ച കാലത്ത് എന്റെ ചര്യയും എന്റെ കാലശേഷം എന്റെ ഖുലഫാക്കൾ അവരുടെ ചര്യയും നിങ്ങൾ മാതൃകയാക്കണം എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ഖുർആൻ മാതൃകയാക്കണം, സുന്നത്ത് മാതൃകയാക്കണം എന്ന് പറഞ്ഞില്ല? അങ്ങനെയല്ലേ പറയേണ്ടത്? കാരണം തറക്തു ഫീക്കും അംറൈനി ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി എന്ന് റസൂൽ തന്നെ പറഞ്ഞല്ലേ. ഞാൻ നിങ്ങൾക്ക് ഖുർആനും സുന്നത്തും തന്നിട്ടുണ്ട്, അത് മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ പിഴക്കില്ല എന്ന് പറഞ്ഞ റസൂലുള്ളാഹി തങ്ങൾ ഉമ്മത്തിന്റെ ഭിന്നിപ്പുകൾ സൂചിപ്പിച്ചപ്പോഴൊക്കെ എന്തുകൊണ്ട് ആ ഖുർആനും സുന്നത്തും പിടിക്കണമെന്ന് പറഞ്ഞില്ല? അതിന്റെ കാരണം വളരെ വ്യക്തമായി നമുക്കറിയാം. ഈ ഉമ്മത്ത് ഭിന്നിച്ചത് എന്തുകൊണ്ടാണ്? ഈ ഉമ്മത്ത് ഭിന്നിച്ചത് തന്നെ ഖുർആനും സുന്നത്തും അനധികൃതമായും കൈകാര്യം ചെയ്തതുകൊണ്ടാണ്. അർഹതയില്ലാത്ത ആളുകൾ അർഹത നടിച്ചും അർഹത അവകാശപ്പെട്ടും ഖുർആനിനെ സ്വന്തം താൽപര്യത്തിന് കൈകാര്യം ചെയ്തു, ഹദീസിനെ അങ്ങനെ ചെയ്തു. അങ്ങനെ വന്നപ്പോൾ ഉണ്ടായതാണ് ഈ ഭിന്നിപ്പൊക്കെ. ഇസ്ലാമിനകത്തുള്ള എല്ലാ വിഭാഗങ്ങളും ഖുർആനും ഹദീസും അനർഹമായി കൈകാര്യം ചെയ്തപ്പോഴാണ് അവാന്തര വിഭാഗങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ പിന്നെ ഇതിന്റെ പരിഹാരമാർഗം തേടി ഖുർആനിലേക്കും ഹദീസിലേക്കും മടങ്ങണം എന്ന് പറഞ്ഞാൽ ആ നിർദ്ദേശം കൊണ്ട് ഉമ്മത്ത് വീണ്ടും ഉഴലുകയാണ് ചെയ്യുക. കാരണം ഉമ്മത്ത് എങ്ങനെയാണ്, ആര് പഠിപ്പിച്ച ഖുർആൻ, ആര് നൽകുന്ന വിശദീകരണത്തിലേക്കാണ് മടങ്ങേണ്ടതെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ശരിയായ വിശദീകരണം മനസ്സിലാക്കിയവർ ആര്, അവരിലേക്ക് മടങ്ങുക. അപ്പൊ അത് ശരിക്ക് ഖുർആനിലേക്കും ഹദീസിലേക്കുള്ള മടക്കം തന്നെ ആകും. തെറ്റാത്ത ഖുർആനിലേക്കും ഹദീസിലേക്കും മടങ്ങേണ്ടത് ഇങ്ങനെയാണ് എന്ന് പഠിപ്പിക്കാനാണ് ഭിന്നത സൂചിപ്പിച്ചിടത്തൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എന്ന് പറഞ്ഞ രംഗമുണ്ട്. ബനു ഇസ്രായേൽ 72 പാർട്ടിയായി, എന്റെ സമുദായം 73 പാർട്ടിയാകും. തുർമുദി ഉദ്ധരിച്ച ഹദീസിലാണ് അതുള്ളത്. അങ്ങനെ എല്ലാവരും നരകത്തിൽ ഒന്നു മാത്രം സ്വർഗത്തിലുണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ മൻഹിയ യാ റസൂലല്ലാഹ് എന്ന് സഹാബത്ത് ചോദിച്ചിട്ടുണ്ട്. അവിടെ പറഞ്ഞത് മാ അന അലൈഹി വ സ്വഹാബീന, ഖുലഫാക്കൾ മാത്രമല്ല ഞാനും എന്റെ സ്വഹാബാക്കളും. അതിനർത്ഥം ഞാനും എന്റെ സ്വഹാബാക്കളുമാണ് കൃത്യമായി യഥാർത്ഥ രൂപത്തിൽ ഖുർആനും സുന്നത്തും ഇജ്മാഉം ഖിയാസും എന്ത് പഠിപ്പിച്ചോ അത് പഠിച്ചവർ. അപ്പൊ അവരിലേക്ക് മടങ്ങിയാൽ ഖുർആന്റെ ഒറിജിനൽ കിട്ടും. അനർഹമായി ഖുർആൻ കൈകാര്യം ചെയ്തതുകൊണ്ടാണ് അവാന്തര വിഭാഗങ്ങളുണ്ടായത്. അപ്പൊ ആ നേരത്ത് നിങ്ങൾ ഖുർആനിലേക്ക് മടങ്ങണം, ഹദീസിലേക്ക് മടങ്ങണം എന്ന് പറഞ്ഞാൽ ആര് നൽകുന്ന വ്യാഖ്യാനവും വിശദീകരണവും ഉൾക്കൊണ്ടുകൊണ്ടാണ് മടങ്ങേണ്ടതെന്ന പ്രശ്നം വീണ്ടും വരും. അത് പ്രശ്നത്തിന്റെ പരിഹാരമാവില്ലല്ലോ. അതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമാ ഈ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. സഹാബാക്കളും താബിഉകളും താബിഉത്താബിഉകളും അവരെ പിന്തുടർന്നുകൊണ്ട് അവരെ താബിഉകളും അവരവർ ജീവിച്ച കാലഘട്ടത്തിൽ അവരുടെ സമകാലിക സമൂഹത്തിന്റെ മുമ്പിൽ എല്ലാവരാലും നല്ലവരായി അംഗീകരിച്ച് അങ്ങനെ ജീവിച്ചു മരിച്ചുപോയ ആളുകൾ, ആ തരത്തിലുള്ള പൂർവീകരാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മുൻഗാമികളെന്ന് അവകാശപ്പെടുന്നവർ. അവരിലേക്കും അവരെ ജീവിതശൈലിയിലേക്കും മടങ്ങിയാൽ ഖുർആനിന്റെയും ഹദീസിന്റെയും കൃത്യമായ
അർഹതപ്പെട്ടവർ നൽകിയ വിശദീകരണങ്ങൾ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അപകടം സംഭവിക്കില്ല. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതിന്റെ ചുരുക്കം. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങാൻ പറഞ്ഞില്ല എന്ന് മൊത്തത്തിൽ പറയുന്നത് ശരിയല്ല. സഹാബത്തിലെ നോക്കണം, ഖുലഫാഉർ റാഷിദീങ്ങളെ നോക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ശരിയായ രൂപത്തിലുള്ള ഖുർആനും സുന്നത്തും അതിന്റെ വിശദീകരണം അവരടുത്താ ഉള്ളത് എന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അത് തന്നെയാണ് മദ്ഹബിന്റെ അയിമത്തിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഷാഫി ആകണം അല്ലെങ്കിൽ ഹനഫി ആകണം. ഷാഫിയോ ഹനഫിയോ ഹംബലിയോ മാലിക്കിയോ ആ നാലിലൊരാൾ പഠിപ്പിച്ചതാവണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഖുർആനും സുന്നത്തും ഇജ്മാവും ഖിയാസും അതിന്റെ നേരായ രീതി അവരാ പഠിപ്പിച്ചത് എന്നതുകൊണ്ടാണ്. അപ്പോ ഇത് മനസ്സിലാക്കിയ ശേഷം തബ്ലീഗ് ജമാഅത്ത് എന്നതാണല്ലോ നമ്മുടെ ഇന്നത്തെ വിഷയം. നമുക്കതിലേക്ക് തന്നെ എളുപ്പത്തിൽ കടക്കാം. എന്താണ് തബ്ലീഗ് ജമാഅത്ത്? സമസ്ത കേരള ജമിയത്തുൽ ഉലമ തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് തീരുമാനമെടുക്കുന്നത് 1965-ലാണ്. തബ്ലീഗ് ജമാഅത്ത് എന്നാ ഉണ്ടായത്? വടക്കേ ഇന്ത്യക്കാരനായ മുഹമ്മദ് ഇല്യാസി ഷാഹ് മുഹമ്മദ് ഇല്യാസി കാന്തലവി എന്ന് പറയുന്ന ഒരു വ്യക്തി. അദ്ദേഹം ഹിജ്റ 1303 ജനിക്കുന്നു, 1363 മരിക്കുന്നു. 60 കൊല്ലം അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. ക്രിസ്താബ്ദം 1883 ജനിച്ച് 1944 അദ്ദേഹം മരണപ്പെടുന്നത്. 1345 തബ്ലീഗ് ജമാഅത്ത് എന്ന സംഘടന രൂപീകരിക്കുന്നത്. അതായത് അദ്ദേഹത്തിന്റെ 42ാമത്തെ വയസ്സിൽ. ഈ സംഘടന രൂപീകരിച്ചതിന്റെ പിന്നിലുള്ള ഉദ്ദേശം, എന്തിനാണ് അദ്ദേഹം ആ സംഘടന രൂപീകരിച്ചിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളും എഴുത്തുകളും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന്റെ അനുയായികളും അദ്ദേഹത്തിന്റെ ഗുരുനാഥന്മാരാരൊക്കെയാണെന്ന പഠനവും ഇതാണ് യഥാർത്ഥത്തിൽ പഠനവിധേയമാക്കുക. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഏതൊരു പ്രസ്ഥാനത്തെക്കുറിച്ചും പഠനം നടത്തുമ്പോൾ അത് കൃത്യമായ രീതിയിൽ തന്നെ നടത്തിയിട്ടുള്ള പഠനമേ ഉള്ളൂ. ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് പഠനം നടത്തി തീരുമാനം പറഞ്ഞിട്ടുണ്ട്, ഖാദിയാനികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, വഹാബികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ മറ്റു അവാന്തര വിഭാഗങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്നത് എങ്ങനെയാണ് പറയേണ്ടത്? ഒരു പ്രസ്ഥാനം വരുമ്പോ ആ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആര്, അദ്ദേഹത്തിന്റെ ആശയങ്ങൾ എന്ത്, അദ്ദേഹം ജീവിച്ച ചുറ്റുപാട് എങ്ങനെ, അദ്ദേഹത്തിന്റെ മൊഴികളിൽ എന്തൊക്കെയുണ്ട്, ഗ്രന്ഥങ്ങളിൽ എന്തൊക്കെയുണ്ട്, അനുയായികളായ തന്റെ ശിഷ്യന്മാർ എന്തൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നു, നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ അവരുടെ വിശ്വാസം, അവരുടെ പ്രവർത്തനം, അവരുടെ ആദർശം, ഇതൊക്കെ നോക്കിയിട്ടാണ്. തബ്ലീഗ് ജമാഅത്തിന്റെ കാര്യത്തിലും ആ നയം തന്നെയാണ് നമ്മുടെ ഉലമാക്കൾ സ്വീകരിച്ചിട്ടുള്ളത്. തബ്ലീഗ് എന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പിന്നാലെ കൂടിയ പൊതുസമൂഹത്തെ നോക്കി ആരും തീരുമാനം പറയില്ല. പറഞ്ഞാൽ അത് കൃത്യവും ആവുകയില്ല. അതുകൊണ്ട് 1345 രൂപീകൃതമായ തബ്ലീഗ് ജമാഅത്ത് എന്ന ഈ പ്രസ്ഥാനം മുഹമ്മദ് ഇല്യാസി കാന്തലവി എന്ന് പറയുന്ന ആ വ്യക്തി, ആദ്യം നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് പഠനം നടത്താം. അദ്ദേഹം തന്റെ ഗുരുനാഥന്മാരായ റഷീദ് അഹമ്മദ് ഗംഗോഹി, അദ്ദേഹത്തിന്റെ ഗുരുവായ ഇസ്മായിൽ ഷഹീദ്, ഈ രണ്ട് ഗുരുനാഥന്മാർ ഏതൊരു ആശയത്തിൽ ജീവിക്കുന്നോ ആ ആദർശത്തെ തന്റേതായ ശൈലിയിൽ സമൂഹത്തിൽ പ്രതിഫലിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സംഘടന രൂപീകരിച്ചതെന്ന് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. തന്നെയുമല്ല, വിദേഹത്തുകാരായ വഹാബികൾ, ജമാഅത്തെ ഇസ്ലാമി, അഹ്ലെ ഹദീസ് തുടങ്ങിയ പുത്തൻ പ്രസ്ഥാനക്കാരുമായി സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾക്ക് ഏതെല്ലാം വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ ആ വിഷയങ്ങളിലൊക്കെ തന്നെ തബ്ലീഗ് ജമാഅത്തിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്നവർ വിദേഹത്തുകാരുടെ കൂടെയാണ് എന്ന് കണ്ടെത്താൻ കഴിയും. അഖീദയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊക്കെ വിഷയങ്ങളുണ്ടോ അവിടെയൊക്കെ, കർമ്മത്തിലേക്ക് നമുക്ക് കടക്കുന്നതിന് മുമ്പ്
അഖീദയാണല്ലോ ഇസ്ലാം മതത്തിലെ പ്രധാനപ്പെട്ടത്. അപ്പൊ അഖീദയുടെ കാര്യത്തിൽ, വിശ്വാസപരമായ കാര്യങ്ങളിൽ ബിദ്അത്തുകാരുമായി സുന്നികൾക്ക് എവിടെയൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ ആ വിഷയങ്ങളിലെല്ലാം തബ്ലീഗ് എന്ന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്നവർ, അതിനെ സ്ഥാപിച്ചവർ, സ്ഥാപക നേതാവായ ഇല്യാസിക്ക് ഗുരുനാഥന്മാരായിട്ടുള്ള ആ പരമ്പര മുഴുവനും എല്ലാവരും ബിദ്അത്തുകാരുടെ കൂടെ തന്നെയാണ്. തന്നെയുമല്ല, വഹാബി പ്രസ്ഥാനത്തിന്റെ അപ്പോസ്തലനായ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ആശയം എന്താണോ അത് മറ്റൊരു രൂപത്തിൽ സമൂഹത്തിൽ പ്രതിഫലിപ്പിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് താൻ രൂപീകരിച്ചിട്ടുള്ള ഈ സംഘടന എന്ന് വ്യക്തമായി തന്നെ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ നേതാക്കന്മാർ എഴുതിവെച്ചത്. ഒരു പണ്ഡിത സംഘടനയ്ക്ക് അത്തരം ആധികാരിക രേഖകളെ നോക്കിയിട്ടല്ലേ പറയാൻ പറ്റൂ. ഏതെങ്കിലും ഒരു തബ്ലീഗുകാരൻ അവൻ വഹാബി ആശയം പറഞ്ഞു, എന്നാൽ തബ്ലീഗുകാരൊക്കെ വഹാബികളാണെന്ന് പറയുന്നവരല്ല നമ്മൾ ഉസ്താദുമാര്. തബ്ലീഗുകാരുടെ കൂട്ടത്തിൽ ഞാൻ സുന്നിയാണെന്ന് പറയുന്ന കുറെ തബ്ലീഗുകാരുണ്ട്. അത് നോക്കിയിട്ട് തബ്ലീഗുകാരൊക്കെ സുന്നികളാണെന്ന് പറയുന്നവരും അല്ല നമ്മുടെ ഉസ്താദുമാര്. പിന്നെ എങ്ങനെയാണ് തബ്ലീഗിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകൾ അവരുടെ നിലപാടുകൾ എന്താണ്? അബുൽ അഅ്ല മൗദൂദി സാഹിബ് പറഞ്ഞതുപോലെ ഇന്ന് ജീവിക്കുന്ന മുസ്ലിമീങ്ങളൊന്നും ശരിയായ വഴിയിലല്ല എന്ന് വ്യക്തമായി പ്രഖ്യാപിക്കുകയും അതിനൊരു പരിഹാരമുണ്ടാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃകയിൽ ഞാൻ ഉണ്ടാക്കുന്ന ഒരു പുതിയ പുനരാവിഷ്കരണമാണ് തന്റെ പ്രസ്ഥാനമെന്ന് അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ തന്നെ ഇല്യാസി പറഞ്ഞതായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞാനൊരു ഉദ്ധരണി വായിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം ഇരുളടഞ്ഞ് കിടന്ന ഇസ്ലാമിക ചൈതന്യത്തെ പുനരാവിഷ്കരിക്കാനാണ് തബ്ലീഗ് പ്രസ്ഥാനം ആരംഭിച്ചത്. ഹഖീഖത്ത് മാസിക തബ്ലീഗുകാർ നടത്തിയെന്നൊരു മാസികയാണത്. അതിന്റെ 10ാം ലക്കം പുസ്തകം 6 ഒക്ടോബർ മാസം 7ാം പേജിൽ, ഒക്ടോബർ മാസം 7ാം തീയതി 42ാം പേജിൽ മുഹമ്മദ് ഇല്യാസിയുടേതായി വന്ന വാചകങ്ങളാണ് ഈ പറയുന്നത്. റസൂൽ എന്താ പറഞ്ഞ വാക്കിനർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തിന് ശേഷം ഇരുളടഞ്ഞു കിടന്ന ഇസ്ലാമിക ചൈതന്യത്തെ പുനരാവിഷ്കരിക്കാനാണ് തബ്ലീഗ് പ്രസ്ഥാനം ആരംഭിച്ചത്. ഒരുപാട് അപകടങ്ങൾ ആ പറഞ്ഞ വരിയിലുണ്ട്. റസൂലുള്ളാന്റെ കാലശേഷം എന്ന് പറഞ്ഞാൽ ആ കാലത്തെ തങ്ങളെ വഫാത്തോടെ അവസാനിച്ച കാലമായിട്ട് ഒരിക്കൽ മനസ്സിലാക്കാം. റസൂലുള്ളാന്റെ കാലം എന്ന് പറഞ്ഞാൽ അതല്ലേ. റസൂലുള്ളാന്റെ നൂറ്റാണ്ട് എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ഹിജ്റ 100 വരെ എന്ന് പറയാമായിരുന്നു. അപ്പൊ ഖുലഫാഉർ റാഷിദീങ്ങളൊക്കെ അതിൽ പെടുമെന്ന് വെക്കാം. ഇവിടെ അങ്ങനെയല്ല പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂല് വഫാത്തായതിനു ശേഷം പിന്നെ ഉണ്ടായ കാലം 4 ഖലീഫമാരുടെ കാലമടക്കം ഇസ്ലാമിക ചൈതന്യം ഇല്ലാതെ ഇരുളടഞ്ഞ് കിടന്ന ഒരു കാലഘട്ടമാണെന്നും അത് പുനരാവിഷ്കരിക്കാനാണ് ഞാൻ തബ്ലീഗ് ജമാഅത്ത് സ്ഥാപിച്ചതെന്നും ഹഖീഖത്ത് എന്ന മാസികയിൽ ലേഖനമെഴുതുന്നു. ഇങ്ങനെ പറഞ്ഞു മൗലാന എന്ന് പറഞ്ഞിട്ടാണ് ലേഖനം. മറ്റൊരു ലക്കത്തിൽ എഴുതുന്ന കേൾക്കാം. ഒരു കാര്യം എനിക്ക് തീർച്ചയുണ്ട്. ഇന്ന് ദീനീ രംഗത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന ദുഷ്പ്രവണതകളുടെ വേലിയേറ്റം തടഞ്ഞു നിർത്താൻ അലക്സാണ്ടർ ഉണ്ടാക്കിയ മാതിരി, അലക്സാണ്ടർ എന്ന് ഉദ്ദേശിച്ചത് ദുൽഖർനൈനിയാണ്, ബ്രാക്കറ്റിൽ ദുൽഖർനൈനി തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അലക്സാണ്ടർ ഉണ്ടാക്കിയ മാതിരി ഒരു പ്രതിരോധ മതിൽ ആയി ദീനിന്റെ മാർഗത്തിൽ ഞാൻ ആരംഭിച്ച ഈ പ്രസ്ഥാനത്തിൽ ആത്മാർത്ഥമായി ആവേശപൂർവ്വം സഹകരിക്കുകയല്ലാതെ മറ്റൊരു വഴിയും ഇല്ല. അള്ളാഹുവിന്റെ മാർഗങ്ങളെ തിരസ്കരിക്കുന്നത് നമുക്ക് നല്ലതല്ല. അത് അതേ മാസിക പുസ്തകം 2 ഏപ്രിൽ 93 ഇറങ്ങിയിട്ടുള്ളത്, പേജ് 31. അപ്പോൾ അബുൽ അഅ്ല മൗദൂദിയും നേരത്തെ പറഞ്ഞിരുന്നു, ഇന്ന് ജീവിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളുടെയും അഖീദ പിഴച്ചതാണ്. അതുകൊണ്ട് തഖ്ലീദിന്റെ മാല ഞാൻ പൊട്ടിച്ചെറിയുന്നു, ഞാൻ ഇസ്ലാമിനെ തലക്കുന്നു തുടങ്ങുന്നു എന്ന അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ഇതുവരെ ജീവിച്ച എല്ലാ മുസ്ലിമീങ്ങളെയും എഴുതിത്തള്ളിയിട്ട് പുതുതായി ഇസ്ലാം മതം തുടങ്ങണമെന്ന ഇത്തരം തെറ്റായ ചിന്താഗതി അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. പരിശുദ്ധ ഖുർആൻ ഞാനാണ് ഇറക്കിയത്,
ഞാൻ അതിനെ ഖിയാമം വരെ സംരക്ഷിക്കും എന്ന് പറഞ്ഞാൽ മുസ്ഹഫ് കേടുപറ്റാതെ കാത്തു സൂക്ഷിക്കുമെന്നല്ലല്ലോ. ഖുർആനിന്റെ ആദർശം ലോകത്ത് നിലനിർത്തൂന്നാണ്. അതായത് ഖുർആനിന്റെ എതിരാളികൾ ലോകത്ത് ഉണ്ടാവൂല എന്നുമല്ല, ഏതൊക്കെ തരത്തിലുള്ള ആളുകൾ ഉണ്ടായാലും ഈ ദീനിന്റെ സത്യം കൈവിടാതെ ഖിയാമം നാൾ വരെ അറ്റുപോകാത്ത ഒരു വിഭാഗം ഈ ദീൻ നിലനിർത്തിക്കൊണ്ടു പോകുമെന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. അത് റസൂലുള്ളാഹി തങ്ങളും അങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. ഇത് ഇസ്ലാമിന്റെ ഒരു അടിസ്ഥാന പ്രമാണമാണ്. കാരണം ഖാത്തിമുൻ നബിയീൻ ആയത് തന്നെ എന്തുകൊണ്ടാണ്? അതല്ലെങ്കിൽ ഇവരൊരു കാര്യം പറയണം. ഇവരീ ഇരുളടഞ്ഞ് കിടന്നു എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് ദീനിന്റെ ശരിയായ പ്രബോധനം കിട്ടിയില്ല എന്നാണെങ്കിൽ ആ ആളുകൾ കുറ്റവാളികളാകുമോ ഇല്ലയോ? അത് പറയേണ്ടതല്ലേ? പത്രത്തിന്റെ കാലക്കാർക്ക് അള്ളാഹുവിന്റെ ശിക്ഷയുണ്ടാവില്ല എന്നാ ഖുർആന്റെ പ്രഖ്യാപനം. അങ്ങനെ ഒരു ഫത്രത്തിന്റെ കാലം ഈ ഉമ്മത്തിലുണ്ടായി എന്ന് ഈ ഉമ്മത്തിനെ കുറിച്ച് മനസ്സിലാക്കിയ പഠിച്ചിട്ടുള്ള ഒരാൾക്ക് പറയാൻ പറ്റുമോ? അള്ളാഹുവിന്റെ പ്രഖ്യാപനത്തിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനത്തിനും എതിരാണ് ആ പറഞ്ഞിട്ടുള്ളത്. വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ സമസ്ത കേരള ജമിയത്തുൽ ഉലമ 1965 തബ്ലീഗ് പ്രസ്ഥാനം പിഴച്ചതാണ് എന്ന് പറയാൻ അതിന്റെ മുമ്പ് തന്നെ തബ്ലീഗിനെ കുറിച്ച് മക്കയിലും മദീനയിലുമുള്ള 35 ഉലമാക്കൾ ഒപ്പിട്ട ഫത്വ 1328 പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. 35 ഉലമാക്കൾ, ഹറമൈനിയിലുള്ള ഉലമാക്കൾ. അവര് ഈ തബ്ലീഗ് പ്രസ്ഥാനം തെറ്റായ ബിദ്അത്തിന്റെ പ്രസ്ഥാനമാണെന്ന് മക്കയിലും മദീനയിലുമുള്ള 35 ഉലമാക്കൾ ഒപ്പിട്ട ഫത്വ 1328 100 വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പൊ നമ്മൾ 1430-കളിലപ്പോ നമ്മളുള്ളത്. അപ്പോ അങ്ങ് 1328 പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ പഞ്ചാബ്, ബംഗാൾ, മദ്രാസ്, ബലൂചിസ്ഥാൻ, ഗുജറാത്ത്, ബർമ തുടങ്ങിയ സ്ഥലങ്ങളിലെ 268 ഉലമാക്കൾ ഒപ്പിട്ട അസ്സവാരിമുൽ ഹിന്ദിയ എന്ന ഗ്രന്ഥവും 1345 പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സമസ്ത 1965 തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് തീരുമാനം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നാം വ്യക്തമായി മനസ്സിലാക്കണം. ഇവിടെ മുഹമ്മദ് ഇല്യാസ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം മുഹമ്മദ് ഇല്യാസിന്റെ ഗുരുനാഥന്മാർ ആരാണ് എന്ന് മനസ്സിലാക്കിയാൽ റഷീദ് അഹമ്മദ് ഗംഗോഹി, അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ ഇസ്മായിൽ ഷഹീദ്, ഈ രണ്ട് വ്യക്തികളും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പ്രസ്ഥാനത്തെ ഇന്ത്യയിൽ പ്രചരിപ്പിച്ച ആളുകൾ, അത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഗംഗോഹിയുടെ വരികൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഗംഗോഹി ഇല്യാസിയുടെ ഗുരുനാഥനാണ്. ഈ ഗംഗോഹി ഏതൊരു താൽപര്യത്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്ന് മനസ്സിലാക്കാൻ റഷീദ് അഹമ്മദ് ഗംഗോഹി എന്ന് പറയുന്ന തബ്ലീഗ് സ്ഥാപകനായ മുഹമ്മദ് ഇല്യാസിന്റെ ഗുരുനാഥൻ അദ്ദേഹം പറയാണ്, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ വഹാബി എന്നാണ് ലോകർ പറയുന്നത്. ഗംഗോഹിയുടെ വാക്കാണ് ഞാൻ വായിക്കുന്നത്. ഫത്താവ റഷീദിയ എന്ന ഗംഗോഹിയുടെ ഫത്വയിലാണ് ഇതുള്ളത്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ വഹാബി എന്നാണ് ലോകർ പറയുന്നത്. അയാൾ നല്ല മനുഷ്യനായിരുന്നു, ഹംബലി മദ്ഹബുകാരനായിരുന്നുവെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ അയാളത് അംഗീകരിച്ചിട്ടില്ല എന്ന സ്വരത്തിലാണ് അവിടെ പറയുന്നത്. ഹംബലി മദ്ഹബുകാരനാണെന്ന് കേൾക്കുന്നുണ്ട്. ഹദീസ് അനുസരിച്ച് അമൽ ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു. അവിടെ ഹംബലി മദ്ഹബുകാരനാണെന്നതിനെ ഇയാൾ നിഷേധിക്കുകയാണ്. കാരണം ഹംബലി മദ്ഹബുകാരനായിരുന്നു എന്നത് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഹദീസ് അനുസരിച്ച് അമൽ ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. കാരണം മദ്ഹബ് അംഗീകരിച്ച ഒരാൾക്ക് പിന്നെ മദ്ഹബ് അനുസരിച്ച് അമൽ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇദ്ദേഹം പറയാണ്, ഹംബലി മദ്ഹബുകാരനാണെന്ന് കേൾക്കുന്നുണ്ട്, ഹദീസ് അനുസരിച്ച് അമൽ ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു. അനാചാരങ്ങൾക്കും ബഹുദൈവ ആരാധനക്കുമെതിരെ പടപൊരുതി, പക്ഷേ കർക്കശ സ്വഭാവക്കാരനായിരുന്നു. ഇത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ കുറിച്ച്
ഇല്യാസിയുടെ ഗുരുനാഥനായ റഷീദ് അഹമ്മദ് ഗംഗോഹി ഫത്താവ റഷീദിയയുടെ 280 പേജിൽ പറയുന്ന പരാമർശം. ഇനി അതേ പേജിൽ തന്നെ മറ്റൊരു പരാമർശം കൂടി. അദ്ദേഹത്തെ പിൻപറ്റുന്നവരെ വഹാബികൾ എന്ന് പറയപ്പെടുന്നു. വിശ്വാസപരമായി വളരെ മെച്ചപ്പെട്ടവരാണ് അദ്ദേഹവും അനുയായികളും. മുഹമ്മദ് അബ്ദുൽ വഹാബിനെ കുറിച്ചാണ് പറയുന്നത്. അവർ വളരെ നല്ല മനുഷ്യരാണ്. അവരുടെ നന്മ പൊതുജനം സ്വീകരിക്കാത്തതുകൊണ്ട് പലപ്പോഴും അതിരുകടന്ന് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനാൽ ചില കുഴപ്പങ്ങളും ഉണ്ടായി. ഫത്താവ റഷീദിയയിൽ അഹ്മദ് ഗംഗോഹി ഇബ്നു അബ്ദുൽ വഹാബിനെ കുറിച്ച് പറഞ്ഞ വരികളാണ് ഞാൻ ഈ വായിച്ചിട്ടുള്ളത്. ഇനി കേൾക്കാം. നബി തങ്ങളുടെ സുന്നത്തിനെ മുറുകെ പിടിക്കുകയും ദീനീ ചിട്ടയിൽ ജീവിക്കുകയും ചെയ്യുന്നവർക്കാണ് വഹാബികൾ എന്ന് പറയുന്നത്. നല്ലോണം ശ്രദ്ധിക്കണേ. നബി തങ്ങളുടെ സുന്നത്തിനെ മുറുകെ പിടിക്കുകയും ദീനീ ചിട്ടയിൽ ജീവിക്കുകയും ചെയ്യുന്നവർക്കാണ് വഹാബികൾ എന്ന് പറയുന്നത്. ഫത്താവ റഷീദിയ പേജ് 110 അൽ മുഹന്നദ് അൽ മുഫന്നദ് എന്ന അദ്ദേഹത്തിന്റെ തന്നെ ഗ്രന്ഥമായ അതിന്റെ 9 പേജിലും മുഹമ്മദ് ഇല്യാസിന്റെ ഗുരുനാഥനായ റഷീദ് അഹമ്മദ് ഗംഗോഹി പറയുന്ന വാക്കാണ് ഇപ്പോൾ ഞാൻ വായിച്ചത്. ഇനി ഒന്നുകൂടെ, മുഹമ്മദ് ഇല്യാസിന്റെ ജീവചരിത്രം എഴുതിയ മറ്റൊരാളാണ് ഇന്ത്യക്കാരനായ നമുക്ക് അടുത്ത കാലത്ത് മരിച്ചുപോയ അബുൽ ഹസൻ അലി നദ്വി. അദ്ദേഹം നദ്വി സാഹിബിനെ കേരള ഉലമാക്കൾ അംഗീകരിച്ചിട്ടില്ല. നമുക്കറിയാലോ, നദ്വി സാഹിബ് കോഴിക്കോട് വന്നപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ നമുക്ക് അടുത്ത കാലത്ത് ചർച്ച ചെയ്യപ്പെട്ടു പോയതാണ്. ചർച്ച വഴിമാറുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. അതേസമയം തബ്ലീഗ് ജമാഅത്തിനെ പ്രോത്സാഹിപ്പിക്കുകയും ആ പ്രസ്ഥാനത്തിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്ത ഒരു നവീനവാദിയായ ആളാണ് അലിമിയാൻ എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെടുന്ന അബുൽ ഹസൻ അലി നദ്വി. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അറബി സാഹിത്യത്തിൽ കുറച്ച് കഴിവൊക്കെ ഉണ്ടായതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾക്ക് വലിയ പ്രചാരമാണെന്ന് പറയപ്പെടുന്നു. അത് ശരിയാണ്. പക്ഷെ അവിടെ ആശയപരമായി ചിന്തിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. കാണാം, ഗൾഫ് രാജ്യങ്ങളിലെ സലഫികളാണ് ഇദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ ആളുകൾ. സലഫികൾ എന്ന് പറയപ്പെടുന്ന നവീന ആശയക്കാർ, അവർക്കിടയിലാണ് ഈ നദ്വി സാഹിബിന്റെ പ്രസിദ്ധീകരണങ്ങൾ പ്രചാരം നേടിയിട്ടുള്ളത്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഒരുപാട് നമ്മെപ്പോലുള്ള തീവ്രവാദികളായ സുന്നികളുണ്ട്. അസംഘടിതരാണെങ്കിലും അവര് നല്ല അദ്ദാദും മൗലിദും കുത്തുബിയത്ത് പോലെയുള്ള തവസ്സുലിന്റെയും ഇസ്തിഹാസയുടെയും ഒക്കെ വഴിക്ക് ജീവിക്കുന്ന, സ്വലാത്തിന്റെ മജ്ലിസുകൾ സംഘടിപ്പിക്കുന്ന, ബുർദ സദസ്സുകൾ സംഘടിപ്പിക്കുന്ന ധാരാളം അറബികളും അത്തരം സദസ്സുകളും ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. സൗദി അറേബ്യയിൽ പോലുമുണ്ട്. എന്നാൽ അത്തരം ആളുകളോ അതിന് നേതൃത്വം നൽകുന്ന പണ്ഡിതരോ ആരും നദ്വി സാഹിബിന്റെ സാഹിത്യങ്ങളെ നോക്കുകയോ അതിനെ പൊക്കുകയോ അതിന്റെ ആരാധകരോ അത് വായിക്കുന്നവരോ ആയിട്ട് അന്വേഷിക്കുക പോലും ചെയ്തിട്ടുണ്ട്. അവരാരും അങ്ങനത്തെ ഒരു വ്യക്തിയോടൊരു മതിപ്പുമുള്ളവരല്ല. വിദേശ രാജ്യങ്ങളിലും സലഫി പാതയിൽ ഉള്ള ആളുകളാണ് ഈ അബുൽ ഹസൻ അലി നദ്വിയെ പൊക്കി അദ്ദേഹത്തിന് വലിയ സ്ഥാനമാനങ്ങൾ നൽകിപ്പോരുന്നതെന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇരിക്കട്ടെ, അദ്ദേഹം ഈ സംഘത്തെക്കുറിച്ച്, തബ്ലീഗിനെ കുറിച്ച് പരിചയപ്പെടുന്ന രൂപം നിങ്ങൾ കേൾക്കുക. അബുൽ ഹസൻ അലി നദ്വി ഏകദേശം നമ്മുടെയൊക്കെ ഒപ്പം ജീവിച്ച ഒരാളല്ലേ. അടുത്ത കാലത്ത് 10 കൊല്ലത്തിന്റെ താഴെയായിട്ടുള്ള അദ്ദേഹം 10-20 കൊല്ലത്തിന്റെ അപ്പുറം എന്തായാലും ആയിട്ടില്ല. നമുക്കൊക്കെ ഓർമ്മയുള്ള ആളാണ്. നമ്മളെ മറുഭാഗം ചേളാരി വിഭാഗത്തിന്റെ നദ്വി സാഹിബിന്റെ ഒക്കെ ആശാനല്ലേ. അവരിക്കട്ടെ, ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. ഈ നദ്വി സാഹിബിന്റെ വരികളിൽ തബ്ലീഗിനെ പരിചയപ്പെടുന്ന ഒരു ഉദ്ധരണി നിങ്ങൾ കേൾക്ക്. ഈ സംഘം ബ്രാക്കറ്റിൽ തബ്ലീഗ് ജമാഅത്ത് മുഹമ്മദ് ബിൻ ഇർഫാനിന്റെയും അവരെ പോലെയുള്ളവരുടെയും മാർഗമാണ് അവലംബിച്ചത്. ഷെയ്ഖ് ഇസ്മായിൽ ഷഹീദിന്റെ പ്രബോധനവും സമരവും പരിചയപ്പെടുത്തുന്ന അമൂല്യ ഗ്രന്ഥമാണ് തഖ്വിയത്തുൽ ഈമാൻ. ഈ ഗ്രന്ഥം ബിദ്അത്തുകാരുടെയും അന്ധവിശ്വാസികളുടെയും ഉറക്കം കെടുത്തി. ഇത് കാരണം അവർ കലാപങ്ങൾ അഴിച്ചുവിട്ടു. ഈ ഗ്രന്ഥം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പ്രസിദ്ധമായ കിതാബു തൗഹീദിന്റെ വഴിയാണ് സ്വീകരിച്ചതെന്ന് വളരെ ശ്രദ്ധേയമാണ്.
അതല്ല, അതിനേക്കാൾ മറുപടിയിലും തെളിവ് സമർപ്പണത്തിലും തഖ്വിയത്തുൽ ഈമാൻ മികച്ചു നിൽക്കുന്നു. ഇവിടെ ശ്രദ്ധേയമായ കാര്യം, ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് മുതലായ രാജ്യങ്ങളിൽ ഈ സംഘത്തെ അറിയപ്പെടുന്നത് വഹാബികൾ എന്ന പേരിലാണ്. അന്ധമായി അനുവർത്തിച്ചു വരുന്ന ബഹുദൈവാരാധന, ഖബർ ആരാധനക്കെതിരെയാണ് ഈ സംഘം ക്ഷണിക്കുന്നത്. തബ്ലീഗ് ജമാഅത്ത് എന്ന ഈ സംഘത്തോട് ഏറ്റവും ഈർഷ്യത പ്രകടിപ്പിക്കുന്നത് ഷെയ്ഖ് റസാഖാന്റെ അനുയായികളായ ബറേൽവികളാണ്. അൽ റായിദ് എന്ന മാസികയിൽ ജമാഅത്തുൽ ഊല 1412 പേജ് 4 നദ്വി സാഹിബ് എഴുതിയതാണ്. എന്താ അദ്ദേഹം പറഞ്ഞത്? തബ്ലീഗ് ജമാഅത്തിന്റെ ഈ സംഘത്തെക്കുറിച്ച്, തബ്ലീഗ് ജമാഅത്ത് എന്ന സംഘം മുഹമ്മദ് ഇർഫാന്റെയും അദ്ദേഹത്തെ പോലെയുള്ള, മുഹമ്മദ് ഇർഫാൻ എന്ന് പറയുന്നത് വടക്കേ ഇന്ത്യയിലെ സലഫി നേതാക്കന്മാരിൽ ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെയും അവരെ പോലെയുള്ളവരുടെയും വഴികളാണ് തൗഹീദിൽ അവലംബിച്ചത്. തൗഹീദിൽ അവലംബിച്ചത് ആ സലഫികളുടെ വഴിയാണ്. ഷെയ്ഖ് ഇസ്മായിൽ ഷഹീദിന്റെ പ്രബോധനവും സമരവും പരിചയപ്പെടുത്തുന്ന അമൂല്യ ഗ്രന്ഥമാണ് തഖ്വിയത്തുൽ ഈമാൻ എന്ന് തബ്ലീഗുകാരുടെ ഒരു ഗ്രന്ഥമായ തഖ്വിയത്തുൽ ഈമാനിനെ പരിചയപ്പെടുത്താൻ. ഈ ഗ്രന്ഥം വിദേഹത്തുകാരുടെയും അന്ധവിശ്വാസികളെയും ഉറക്കം കെടുത്തുകയും അപ്പോ കലാപങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. സുന്നികൾ കലാപഴിച്ചു വിട്ടു എന്നാണ് അദ്ദേഹം അവിടെ സൂചിപ്പിക്കുന്നത്. അതാണ് ലാസ്റ്റ് അദ്ദേഹം പറഞ്ഞത് ബറേൽവികൾ, അഹമ്മദ് റസാഖാൻ ബറേൽവി. അഹമ്മദ് റസാഖാൻ ബറേൽവി എന്ന് പറഞ്ഞാൽ വടക്കേ ഇന്ത്യയിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉന്നതനായ നേതാവ്. കേരളത്തിലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ പോലെ എല്ലാ ആചാരങ്ങളും വിദേഹത്തുകാരനോട് അങ്ങേയറ്റത്തെ അറപ്പും വെറുപ്പും പ്രകടിപ്പിച്ചുകൊണ്ട് അവിടെ പ്രവർത്തിച്ച സൂഫി ത്വരീഖത്തിന്റെ ലൈനിലും മദ്ഹബി ചിന്തയുടെ ലൈനിലും വളരെ വ്യക്തമായി മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം നൽകിയ ആൾ അഹമ്മദ് റസാഖ് ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി, അഥവാ ആ ഏരിയയിലുള്ള സുന്നികൾ, സുന്നത്ത് ജമാഅത്ത്, അവരെയാണ് ബറേൽവി എന്ന് പറയുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശത്തിലേക്ക് ചേർത്തിക്കൊണ്ടാണ് ബറേൽവികൾ എന്നവരെ കുറിച്ച് പറയുന്നത്. അഥവാ സുന്നികളായി അറിയപ്പെടുന്നവരൊക്കെ വടക്കേ ഇന്ത്യയിൽ ബറേൽവികളാണ്. അവരെ ഉദ്ദേശിച്ച് പറഞ്ഞു ഏറ്റവും ഈർഷ്യത പുലർത്തുന്നത് ഇവരാണ്. അപ്പൊ വളരെ വ്യക്തമായി നദ്വി സാഹിബ് പറയാണ്, ഇന്ത്യയിലും ബംഗ്ലാദേശിലും പാകിസ്ഥാനിലുമൊക്കെ ഈ തബ്ലീഗ് ജമാഅത്ത് എന്ന സംഘം വഹാബികൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇവരോട് എതിർപ്പ് ആർക്കാണ്? ഇവരോട് എതിർപ്പ് ബറേൽവികൾക്കാണ്. ഇവിടെ നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കന്മാർ വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടെ നടത്തിയ പരിശോധനകൾ, ഇതിപ്പോ ഞാനിപ്പോ വായിച്ചത് 1414 എഴുതിയ ഒരു 20 കൊല്ലങ്ങൾക്ക് മുമ്പ് നദ്വി സാഹിബ് എഴുതിയ ഒരു ലേഖനമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ നദ്വി സാഹിബ് പോലും അദ്ദേഹത്തിന്റെ മരണത്തിന്റെ അടുത്ത കാലത്തൊക്കെയാണ്, ആ ഡേറ്റ് നോക്കിയാൽ ഈ ലേഖനം വരിക. അപ്പൊ ഈ അവസാന കാലത്ത് പോലും ഇദ്ദേഹത്തെ ഇന്ത്യയിലും അതുപോലെ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലുമൊക്കെ വഹാബികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന വിഭാഗമാണെന്ന് തുറന്നടിച്ച് അദ്ദേഹം എഴുതിയിരിക്കുകയാണ്. 1965 സമസ്ത പറഞ്ഞിട്ടില്ലേ തബ്ലീഗ് ജമാഅത്ത് ബിദഈ പ്രസ്ഥാനമാണെന്ന്? നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ, അവരെ രേഖകളെ പരിശോധിച്ച് നോക്കിയാൽ ഈ തബ്ലീഗുകാര് റസൂലുള്ളാഹിക്ക് വൈബറിയില്ല എന്ന് പറയുന്നവരാണ്. തവസ്സുലും ഇസ്തിഗാസയും തെറ്റാണെന്ന് പറയുന്നവരാണ്. ഖുനൂത്ത് ഓതണമെന്ന അമലിയാത്തിന്റെ കാര്യത്തിൽ അവരുടെ നിലപാടെന്താ? അവിടെ വഹാബികളെ നിലപാടെന്താ? അതന്നെ തബ്ലീഗുകാരുടെ നേതാക്കന്മാരുടെ നിലപാട്. ഏതൊക്കെ വിവാദ വിഷയങ്ങളുണ്ടോ ആ വിവാദ വിഷയങ്ങളിലെല്ലാം ബിദ്അത്തുകാരോട് സഹകരിച്ചുകൊണ്ടും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന പണ്ഡിതരോടും അവർക്ക് നേതൃത്വം നൽകുന്ന സംഘടനകളോടും വെറുപ്പും അറപ്പും പ്രഖ്യാപിച്ചുകൊണ്ടും കാണിച്ചുകൊണ്ടുമൊക്കെയാണ് എല്ലാ നാട്ടിലുമുള്ള തബ്ലീഗുകാർ നിലകൊള്ളുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇദ്ദേഹത്തിന്റെ നേതാക്കന്മാരെല്ലാം വഹാബികൾ. ഉസ്താദ് വഹാബിയാണ്, റഷീദ് അഹമ്മദ് ഗംഗോഹി. അദ്ദേഹത്തിന്റെ വഴിയാണ് ഇപ്പൊ നേരത്തെ നമ്മൾ വായിച്ചു കേട്ടത്. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ഇസ്മായിൽ ഷഹീദ്, ആ ഇസ്മായിൽ ഷഹീദിന്റെ ഗ്രന്ഥമാണ് തഖ്വിയത്തുൽ ഈമാൻ. ആ പുസ്തകത്തെക്കുറിച്ചാണ് നദ്വി സാഹിബ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി മുഹമ്മദ് ഇല്യാസ് തന്നെ തന്റെ മൽഫൂദാത്തിൽ പറയുന്ന ഒരു ഉദ്ധരണി കൂടി നിങ്ങൾ കേൾക്കുക. ഏറ്റവും ആദരണീയനായ ഒരു വ്യക്തിയായിരുന്നു മൗലാന റഷീദ് അഹമ്മദ് ഗംഗോഹി അവർകൾ. നേരത്തെ ഞാൻ പറഞ്ഞ ഈ ഗംഗോഹി
ഉസ്താദാവുന്ന വഹാബിയെക്കുറിച്ച് മുഹമ്മദ് ഇല്യാസ് പറയാണ്, ഏറ്റവും ആദരണീയനായ ഒരു വ്യക്തിയായിരുന്നു മൗലാന റഷീദ് അഹമ്മദ് ഗംഗോഹി അവർകൾ. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ലോകത്ത് പ്രചരിക്കണം. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അധ്യാപനങ്ങളും എന്റെ വഴിയുമാണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. എന്റേതായ ശൈലിയിൽ ഞാൻ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അത് എല്ലായിടത്തും വ്യാപിക്കുന്നതാണ്. മൽഫൂലാത്ത് 58 പേജിലാണ് ഈ പറയുന്നത്. മൽഫൂലാത്ത് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ഇല്യാസ് ഗ്രന്ഥം എഴുതിയതായി നമുക്ക് പരിചയമില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ശിഷ്യനായ മൻസൂർ നുഅ്മാനി എന്ന് പറയുന്ന വ്യക്തി തന്റെ ശൈഖാവുന്ന മുഹമ്മദ് ഇല്യാസിന്റെ മൊഴികൾ ക്രോഡീകരിച്ചതാണ് മൽഫൂലാത്ത്. മൽഫൂലാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ മൊഴികൾ എന്നാ, ഷെയ്ഖിന്റെ മൊഴികളാണ്. ഷെയ്ഖ് എന്തൊക്കെ പറഞ്ഞു, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മിനെ ക്രോഡീകരിച്ചതുപോലെ, ഉമ്മിനെ തന്റെ ശിഷ്യനാണല്ലോ ക്രോഡീകരിച്ചത്. ഷാഫി ഇമാം എഴുതിയ കിതാബല്ല ഉമ്മ്. ഷാഫി ഇമാം പറഞ്ഞത് എല്ലാം ഒറ്റ അറഫും ഒഴിവാകാതെ ശിഷ്യൻ ഗ്രന്ഥമാക്കിയതാണ്. എന്ന പോലെ ആ അയിമത്തിന്റെ ലെവലിലേക്കാണ് കയറി നിൽക്കാണ് മുഹമ്മദ് ഇല്യാസ്. എന്നിട്ട് അദ്ദേഹം പറയുന്ന വരികൾ നല്ല ആദരവോടുകൂടി എഴുതിയതാണ് മൻസൂർ നുഅ്മാനി. ആ എഴുതിയ വരിയിലാണ് ഈ പറയുന്നത്, ഏറ്റവും ആദരണീയനായ ഒരു വ്യക്തിയായിരുന്നു മൗലാന റഷീദ് അഹമ്മദ് ഗംഗോഹി അവർകൾ. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ലോകത്ത് പ്രചരിക്കണം. ഏതാ അദ്ദേഹത്തിന്റെ ആശയം? നേരത്തെ പറഞ്ഞ ഇബ്നു അബ്ദുൽ വഹാബിന്റെ അത്തൗഹീദ് എന്ന ഗ്രന്ഥത്തിന്റെ റൂട്ട് സ്വീകരിച്ച അതേ ആ ലക്ഷ്യത്തിനു വേണ്ടി ഇന്ത്യയിൽ നിലകൊള്ളുന്ന റഷീദ് അഹമ്മദ് ഗംഗോഹി, അദ്ദേഹത്തിന്റെ ആശയം ലോകത്ത് പ്രചരിക്കണം. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അധ്യാപനങ്ങളും എന്റെ വഴിയുമാണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. എന്റേതായ ശൈലിയിൽ ഞാൻ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അത് എല്ലായിടത്തും വ്യാപിക്കുന്നതാണ്. ഇത് തന്നെയാണ്, ഇത് മൽഫൂലാത്തിന്റെ 58 പേജിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് തന്നെയാണ് തബ്ലീഗ് ജമാഅത്ത് എന്തിന് നിലകൊള്ളുന്നു, തബ്ലീഗ് ജമാഅത്തിന്റെ ലക്ഷ്യം എന്താണ്? ഇത് നമ്മൾ പരിശോധിച്ചാൽ ബിദഈ പ്രസ്ഥാനമാവുന്ന വഹാബിസത്തെ മറ്റൊരു മുഖമൂടി അണിഞ്ഞുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും സുന്നത്ത് ജമാഅത്തിന്റെ പാതയാകുന്ന അയിമ്മത്ത് മുജ്തഹിദുകളുടെ പിന്നിൽ നിന്നും പുറകോട്ട് വലിക്കുക, അതിന് കണ്ടെത്തിയ ഏറ്റവും നല്ലൊരു വഴിയാണ് തബ്ലീഗ് എന്നൊരു സംഘടന രൂപീകരിക്കുന്നതിലൂടെ മുഹമ്മദ് ഇല്യാസ് സ്വീകരിച്ചത്. തന്റെ ഗുരുനാഥൻ വഹാബിയാണ്, അദ്ദേഹത്തിന്റെ ഗുരുനാഥനും വഹാബിയാണ്. തന്റെ ഗുരുനാഥൻ റഷീദ് അഹമ്മദ് ഗംഗോഹിയാണ്, മറ്റൊരു ഗുരുനാഥൻ ഖലീൽ അഹമ്മദ് അംബേട്ടവിയാണ്, അതും അറിയപ്പെട്ട വഹാബിയാണ്. ഖലീൽ അഹമ്മദ് അംബേട്ടവിയും റഷീദ് അഹമ്മദ് ഗംഗോഹിയും ഒക്കെ സലഫികളാണ് വടക്കേ ഇന്ത്യയിലെ. അതിൽ ആ രണ്ട് പണ്ഡിതന്മാരുടെ ആശയങ്ങളെ തന്റേതായ ശൈലിയിൽ നടപ്പാക്കലാകുന്നു ഈ പ്രസ്ഥാനം കൊണ്ട് ഞാൻ ലക്ഷ്യം വെച്ചത്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അത് എത്തേണ്ടതുണ്ട്. അപ്പൊ ഞാൻ എന്റെ ശൈലിയിൽ ഒരു പുതിയ സംഘടന ഉണ്ടാക്കി നടപ്പാക്കിയാൽ അവരുടെ ആശയം ഇതുവഴി പ്രചരിപ്പിച്ചു കിട്ടും, അപ്പോൾ അതെല്ലായിടത്തും എത്തും എന്നാണ് മുഹമ്മദ് ഇല്യാസ് തന്നെ വ്യക്തമായി പറഞ്ഞത് തന്റെ മൽഫൂലാത്തിൽ. ഇനി നിങ്ങൾ നോക്ക്, ഓരോ വിഷയങ്ങൾ ഇവരുടെ പ്രസിദ്ധീകരണങ്ങളിലൂടെ തന്നെ അവർ പറഞ്ഞത് ഇങ്ങനെ മനസ്സിലാക്കിയാൽ, ഒരു ഉദ്ധരണി ഞാൻ വായിക്കാം. അമ്പിയാക്കന്മാരുടെ മനസ്സ് അശുദ്ധമാകുന്ന ഘട്ടങ്ങളുണ്ട് എന്നാ. ഒരു മുഅ്മിനായ മനുഷ്യന് പ്രവാചകന്മാരെ കുറിച്ച് പറയാൻ പറ്റുമോ? ശ്രദ്ധിച്ചോളി. പാപസുരക്ഷിതരും അള്ളാഹുവിൽ നിന്ന് നേരിട്ട് അറിവും ആജ്ഞയും സ്വീകരിക്കുന്നവരുമാണ് അമ്പിയാക്കൾ. എങ്കിലും നല്ലോണം ശ്രദ്ധിക്കണേ, ഇപ്പൊ അമ്പിയാക്കൾ മഅസൂമിയങ്ങളാണെന്ന് ഞങ്ങൾ സമ്മതിച്ചിട്ടുണ്ട് എന്ന് വരുത്താനാണ് ആദ്യം അത് പറയുന്നത്. പാപസുരക്ഷിതരും അള്ളാഹുവിൽ നിന്ന് നേരിട്ട് അറിവും ആജ്ഞയും സ്വീകരിക്കുന്നവരുമാണ് അമ്പിയാക്കൾ. ഇത് പറഞ്ഞു വെച്ചിട്ട് പറയാം, എങ്കിലും ഈ പ്രബോധന വേളയിൽ വ്യത്യസ്ത ജനങ്ങളുമായി ബന്ധപ്പെടുന്നത് കാരണം അവരുടെ തിന്മകളുടെ പ്രതിഫലനങ്ങൾ അമ്പിയാക്കളുടെ പരിശുദ്ധവും പ്രകാശപൂരിതവുമായ ഹൃദയങ്ങളിൽ പതിക്കും. കണ്ടോ, ഇയാള് ഇത് പറഞ്ഞു വരുന്നത് എന്തിനാണെന്നറിയോ? ജനങ്ങളെല്ലാവരും തബ്ലീഗ് ജമാഅത്തിന്റെ സംഘത്തിൽ ചേർന്ന് അവർ നിർദ്ദേശിക്കുന്ന റൂട്ടിലൂടെ ഇറങ്ങിപ്പുറപ്പെടാൻ തയ്യാറാവേണ്ടതുണ്ട് എന്ന വിഷയത്തിലേക്ക് ആളുകളെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം കണ്ടുപിടിച്ച ഒരു വികലമായ ആശയം. ജനങ്ങളെയൊക്കെ
അതിലേക്ക് കൊണ്ടുവരാൻ. പ്രവാചകന്മാരൊക്കെ മഅ്സൂമീങ്ങളാണ്. ആ പ്രവാചകന്മാർ ഈ വൃത്തികെട്ട ജനങ്ങളുടെ കൂടെ നടന്നിട്ട് ആ പ്രവാചകന്മാരെ കൽബൊക്കെ നാശമാകാറുണ്ട്. എന്നിട്ട് പറയാ, പിന്നെ എങ്ങനെയാ അത് അവര് ശുദ്ധിയാക്കലെന്നാ പിന്നെ പറയുന്നത്? ഏകാന്തമായ ദൈവസ്മരണയിലൂടെയും ആരാധനയിലൂടെയുമാണ് അവർ ആ പൊടിപടലങ്ങൾ കഴുകി ശുദ്ധിയാക്കുന്നത്. ഇതുപോലെ തബ്ലീഗ് ജമാഅത്തിന്റെ പ്രചാരണത്തിനിറങ്ങുന്നവരുടെ ഹൃദയങ്ങളിലും തങ്ങൾ കണ്ടുമുട്ടുന്ന മ്ലേച്ഛതകൾ പ്രതിഫലിക്കുമെന്നും തന്മൂലം രാത്രി ആരാധനയിൽ മുഴുകുകയും ചെയ്യേണ്ടതാണ്. അപ്പൊ ഇതൊക്കെ കഴുകി ശുദ്ധിയായി കിട്ടുന്ന മൽഫൂലാത്തിന്റെ 90-ാം പേജിലാണ് ഈ ഇല്യാസി ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഇല്യാസി പറഞ്ഞ വാക്ക് എന്നാണല്ലോ മൽഫൂലാത്തിന്റെ അർത്ഥം. അത് ക്രോഡീകരിച്ചത് ആരായാലും അതിന്റെ 90-ാമത്തെ പേജിലെ എന്തൊരു വിരോധാഭാസമായി പറയുന്നത്. അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാര് പാപസുരക്ഷിതരാണെങ്കിലും വൃത്തികെട്ട മനുഷ്യന്മാരിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോ ആ മനുഷ്യന്മാരുടെ വൃത്തികേട് ഇവരെ കൽബിക്ക് ഇങ്ങോട്ട് കയറും. വല്ലാത്തൊരു കഥ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുഅ്മിനീങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? പ്രവാചകന്മാരുടെ വൃത്തികേട്, പ്രവാചകന്മാരെ കൽബിലേക്ക് സമൂഹത്തിന്റെ വൃത്തികേട് ഇങ്ങോട്ട് പകരൂന്ന്. പിന്നെ ഇവരെ നന്നാക്കാൻ പറ്റുമോ? ഇവരെ ജനങ്ങളെ നന്നാക്കാൻ കഴിയോ? ജനങ്ങളടിലേക്ക് പ്രവാചകന്മാർ ചെന്നാൽ ഈ പ്രവാചകന്മാരുടെ പ്രകാശം കൊണ്ട് അവരുടെ സൗരഭ്യം ജനങ്ങളിലേക്ക് അടിച്ചു വീശിയിട്ട് ആ ജനത്തിലുള്ള വൃത്തികേടുകൾ ഇല്ലാതാവുന്നതിനു പകരം ജനങ്ങളുടെ ഹൃദയത്തിന്റെ വൃത്തികേടുകൾ, അവിടെയുള്ള മ്ലേച്ഛതകളൊക്കെ അമ്പിയാക്കന്മാരെ കൽബിലേക്ക് ഇങ്ങോട്ട് പതിക്കും. ഇത് വൃത്തികേടിൽ മുഴുകി നിൽക്കുന്ന ജനങ്ങളെയൊക്കെ ഇവരുദ്ദേശിക്കുന്ന ലൈനിലൂടെ സംഘം ചേർന്ന് പോകാൻ ആളെ കൂട്ടാൻ വേണ്ടി കണ്ടുപിടിച്ചൊരു ജാടയും തട്ടിപ്പും ആണ് എന്നത് അംഗീകരിച്ചാൽ തന്നെ അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരെ കുറിച്ച് എത്ര അപകടകരമായ വാചകമാണ് ഈ പറഞ്ഞത്. പ്രവാചകന്മാരെ കുറിച്ച് മനസ്സിലുള്ള വിലയിരുത്തൽ അത്രമാത്രം തരം താഴ്ന്ന നിലയിലായവർക്കല്ലേ ഇങ്ങനെ പറയാൻ പറ്റൂ? സുന്നത്ത് ജമാഅത്തിന്റെ റൂട്ടിൽ പഠിച്ചു വന്ന ഒരാൾക്ക് ഇങ്ങനെയുള്ള അഭിപ്രായം പറയാൻ പറ്റില്ല. ഇതിന് വല്ല തെളിവ് ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ തിരക്കില്ല. ഏതെങ്കിലും ഒരു ഹദീസിൽ അങ്ങനെ ഉണ്ടോ, അല്ലെങ്കിൽ ഖുർആനിന്റെ ഏതെങ്കിലും വചനത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അതൊന്നുമില്ല. ഇദ്ദേഹത്തിന്റെ സ്വന്തം ഒരു വിശദീകരണമാണ്. എല്ലാ അമ്പിയാക്കന്മാരെയും കൽബ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അത് വൃത്തികേടാവാറുണ്ട്. അപ്പൊ അതൊന്ന് നന്നാക്കി തീർക്കാൻ അവരെന്താക്കലാണ്, പിന്നീട് പണിയെടുക്കലാണ്. അപ്പൊ അങ്ങനെ ഒരു പണിയെടുക്കാൻ നിങ്ങളൊക്കെ വരണോന്ന് ആളെ കൂട്ടാൻ വേണ്ടി ഇവർ പറയാ. അപ്പൊ അമ്പിയാക്കന്മാരെ പണിയിലായി ഇവരിൽ നിന്ന് വരുത്തി തീർക്കുന്ന ഒരു വിദ്യയാണ് ഇദ്ദേഹം ഒപ്പിച്ചിട്ടുള്ളത്. സുന്നത്ത് ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം, ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അമ്പിയാക്കന്മാരുടെ കാര്യത്തിൽ അവരെക്കുറിച്ചുള്ള വിശ്വാസങ്ങളിൽ വെച്ചുപൊറുപ്പിക്കാൻ പറ്റാത്ത ഒരാശയമാണ് ഇപ്പറഞ്ഞത്. എന്താണ് തബ്ലീഗുകാരെ കുറിച്ച് നമ്മൾ തെറ്റ് കാണുന്നത്? തബ്ലീഗിന് പോകുന്ന ജനങ്ങളെയൊക്കെ തെറ്റൊന്നും അങ്ങനെ നോക്കിയാൽ കാണൂല. ഈ ജനങ്ങൾ ഒരു തെറ്റും ചെയ്യുന്നില്ല എന്ന് വെക്ക്. പക്ഷെ ഈ ജനങ്ങളെ എവിടേക്ക് എത്തിച്ചിട്ടുള്ളത്? തബ്ലീഗ് ചേർന്ന ആള് അയാൾ സുന്നിയായി തന്നെ തുടരുന്നു. പക്ഷെ അയാൾക്ക് മദ്ഹബ് ചിന്തയില്ലല്ലോ, അയാൾക്ക് സുന്നത്ത് ജമാഅത്തിന്റെ ആലിമ്യങ്ങളോട് മതിപ്പില്ലല്ലോ. അദ്ദേഹം എത്രയധികം മാറ്റങ്ങളാണ് തബ്ലീഗുകാരനായി മാറുമ്പോൾ വന്നു ചേരുന്നത്. ആശയപരമായി, വിശ്വാസപരമായി അയിമ്മത്തുകളോടൊക്കെയുള്ള മതിപ്പുകൾ കുറഞ്ഞിട്ട് ഈ തബ്ലീഗിന്റെ വലിയ വലിയ ഇവരെന്ന് അവകാശപ്പെടുന്ന ഒരു ഇൽമും അടിസ്ഥാനപരമായി പഠിക്കേണ്ട ഇൽമൊന്നും പഠിക്കാത്ത ആളുകളെ പണ്ഡിത വേഷം ധരിച്ചിട്ട് ഇവരിങ്ങനെ വയത് പറയാൻ നടക്കുകയാണ്. പണ്ഡിത വേഷം ധരിക്കല് ഇസ്ലാമികമായി തെറ്റല്ലേ? അറിവില്ലാത്ത ആള് ആലിമ്യങ്ങളെ വേഷം ധരിക്കാൻ പാടില്ല. കാരണം ജനം അത് കണ്ട് തെറ്റിദ്ധരിക്കും. പണ്ഡിതന്മാരോട് എല്ലാ ജനങ്ങളും നേരിട്ട് വന്ന് ചോദിക്കണമെന്നൊന്നുമില്ല. പലരും കണ്ട് അനുകരിക്കുന്ന ആളുകളുണ്ട്. അയാളൊരു വിവരമുള്ള ആളായിരിക്കും. അപ്പൊ അയാൾ ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യാം, അയാൾ പറയുന്നതൊക്കെ എനിക്കും പറയാം. ഈ ധാരണ ഉമ്മത്തിനെ വഴിതെറ്റിക്കുമെന്നതുകൊണ്ടാണ് ഇൽമില്ലാത്ത ആളുകൾ ആലിമീങ്ങളെ വേഷം ധരിക്കാൻ പാടില്ല എന്ന ഹുക്മ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വ്യക്തമായി പറഞ്ഞു വച്ചിട്ടുള്ളത്. ഇരിക്കട്ടെ. അപ്പോ പ്രവാചകന്മാരുടെ കൽബ് അശുദ്ധമാകാറുണ്ട് എന്ന് പറഞ്ഞ പരാമർശം വിശ്വാസത്തിൽ വൈകല്യമുള്ളത് കൊണ്ടാണ് അത് പറയേണ്ടി വന്നത്. തെറ്റൊന്ന തന്നെ. നമ്മളെ ചർച്ച അവിടെയാണ്. എഴുത്തിൽ വന്നൊരബദ്ധമോ അല്ലെങ്കിൽ ഒരു വിവരക്കേട് പറഞ്ഞു പോയതാണ്, അത് തെറ്റിപ്പോയി, സോറി, അങ്ങനെയില്ല, അങ്ങനെയല്ല എന്നോ ഒക്കെയുള്ള നിലപാടാണെങ്കിൽ ആ അബദ്ധങ്ങൾ എല്ലാ മനുഷ്യർക്ക് വരും. ഇതങ്ങനെയല്ലല്ലോ. എത്ര കൊല്ലമായി ഇതൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്താൻ തുടങ്ങിയിട്ട്? അവരേതെങ്കിലും ഒരു നേതാവ് തിരുത്തിയിട്ടുണ്ടോ? തബ്ലീഗുകാരെ സംബന്ധിച്ചിടത്തോളം
പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും കുഴപ്പങ്ങൾ അത് മാറ്റി പറഞ്ഞിട്ടുണ്ടോ, തിരുത്താൻ തയ്യാറായിട്ടുണ്ടോ? എന്തുകൊണ്ട് സ്ഥാപക നേതാവ് പ്രഖ്യാപിച്ചത് തന്നെ റഷീദ് അഹമ്മദ് ഗംഗോഹിയുടെയും ഇസ്മായിൽ ഷഹീദയും എന്ന ഈ സലഫിയുടെ അഥവാ ഇബ്നു അബ്ദുൽ വഹാബിന്റെ അത്തൗഹീദിന്റെ റൂട്ട് സ്വീകരിച്ച ആ ആദർശം ലോകത്തെല്ലായിടത്തും എത്താൻ എന്റേതായ ശൈലിയിൽ ഞാൻ കണ്ടെത്തിയ സംവിധാനമാണ് ഈ സംഘടനാ സംവിധാനം എന്ന് പറഞ്ഞ ഒരു നേതാവിന്റെ അനുയായികൾ, അവരുടെ സഹകാരികളായ മറ്റു നേതാക്കന്മാർ അതിന് തിരുത്താൻ സന്നദ്ധരാവില്ല. അത് തിരുത്തിയാൽ പിന്നെ ആ ലക്ഷ്യത്തിലേക്ക് എത്തൂലല്ലോ. ഇനി നിങ്ങൾ കേൾക്ക് മറ്റൊരു ഉദ്ധരണി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ അറിവ് പിശാചിനുണ്ടാവും എന്ന് വരെ ഇവർ പറയുന്ന വാക്കുകളിൽ വരികയാണ്. മുഹമ്മദ് ഇല്യാസിനെ വളരെ അധികം സ്വാധീനിച്ച ഖലീൽ അഹമ്മദ് അമ്പേട്ടവി ഇദ്ദേഹത്തിന്റെ മറ്റൊരു ഗുരുനാഥനാണ്. അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേൾക്കണം. എന്താ പറയുന്നത്? ചുരുക്കത്തിൽ പിശാചിന്റെയും മലക്കുൽ മൗത്തിന്റെയും അറിവിനോട് ശരിയായ പ്രമാണത്തിന് വിരുദ്ധമായി കേവലം തെറ്റായ താരതമ്യത്തിലൂടെ ഭൂമിയെ ചുറ്റുന്ന അറിവ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടെന്ന് വാദിക്കുന്നത് ശിർക്കല്ലെങ്കിൽ പിന്നെ എന്താണത്? മനസ്സിലായാവോ നിങ്ങൾക്ക്? ഇദ്ദേഹം പറയാ, ചുരുക്കത്തിൽ പിശാചിന്റെയും മലക്കുൽ മൗത്തിന്റെയും അറിവിനോട് ശരിയായ പ്രമാണത്തിന് വിരുദ്ധമായി കേവലം തെറ്റായ താരതമ്യത്തിലൂടെ ഭൂമിയെ ചുറ്റുന്ന അറിവ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടെന്ന് വാദിക്കുന്നത് ശിർക്കല്ലെങ്കിൽ പിന്നെന്താണത്? അപ്പൊ പിശാചിനേക്കാളും ഒക്കെ വിശാലമായ ഭൂമിയെ ചുറ്റിയുള്ള അറിവ് അള്ളാന്റെ റസൂലിനുണ്ട് എന്ന വാദം അത് പ്രമാണത്തിന് വിരുദ്ധമായും തെറ്റായ താരതമ്യത്തിലൂടെയും കണ്ടെത്തിയ വഴിയാണ്. ആ കണ്ടെത്തൽ ശിർക്കല്ലെങ്കിൽ പിന്നെ ശിർക്ക് എന്താണ്? ശൈത്താനും മലക്കുൽ മൗത്തിനും വിശാലമായ അറിവുണ്ടെന്നത് പ്രമാണത്തിലൂടെ സ്ഥിരപ്പെട്ടതാണ്. എല്ലാ പ്രമാണങ്ങളും തട്ടിമാറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശാലമായ വിജ്ഞാനമുണ്ടെന്ന ശിർക്ക് സ്ഥാപിക്കാൻ പറ്റുന്ന ഏത് തെളിവാണുള്ളത്? ബറാഹീനെ ഖാത്തിഅ, അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ്, 55-ാമത്തെ പേജിൽ അദ്ദേഹം പറഞ്ഞതാണ്. ഞാൻ ഒന്നുകൂടി അത് വായിക്കാം. എത്ര വലിയ അബദ്ധമാണ്! റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ വലിയ പണ്ഡിതൻ പിശാച്ചാണെന്നും മലക്കുൽ മൗത്താണെന്നും ഇദ്ദേഹം അമ്പേട്ടവി അദ്ദേഹത്തിന്റെ ബറാഹിനെ ഖാത്തിഅ എന്ന പുസ്തകത്തിന്റെ 55-ാമത്തെ പേജിൽ പറയാണ്. പിശാച്ചിന്റെയും മലക്കുൽ മൗത്തിന്റെയും അറിവിനോട് ശരിയായ പ്രമാണത്തിന് വിരുദ്ധമായി കേവലം തെറ്റായ താരതമ്യത്തിലൂടെ ഭൂമിയെ ചുറ്റുന്ന അറിവ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടെന്ന് വാദിക്കുന്നത് ശിർക്കല്ലെങ്കിൽ പിന്നെന്താണ്? അപ്പോ ശൈത്താനോടും അസ്രായീൽ അലൈഹിസ്സലാമിനോടും സമാനമായ അറിവ് റസൂലുള്ളാഹിക്കും ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ശിർക്കല്ലെങ്കിൽ പിന്നെ എന്താ ശിർക്കാവുക? അദ്ദേഹം ചോദിക്കാണ്. എന്നിട്ട് പറയുന്നു, ശൈത്താനും മലക്കുൽ മൗത്തിനും വിശാലമായ അറിവുണ്ടെന്നത് പ്രമാണത്തിലൂടെ സ്ഥിരപ്പെട്ടതാണ്. എല്ലാ പ്രമാണങ്ങളും തട്ടിമാറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശാലമായ ജ്ഞാനമുണ്ടെന്ന ശിർക്ക് സ്ഥാപിക്കാൻ പറ്റുന്ന ഏത് തെളിവാണുള്ളത്? ഇദ്ദേഹം ചോദിക്കാൻ. ബറാഹീനെ ഖാത്തിഅ പേജ് 55. എന്തൊരു സ്നേഹാന്നറിയോ ഇബ്ലീസിനോട്! അല്ലെങ്കിലും ഒരു കാര്യം ഞാൻ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എന്ത്? ആദം നബിക്ക് സുജൂദ് ചെയ്ത സമയത്ത് സുജൂദ് ചെയ്യാതെ പിണങ്ങിയ ഇബ്ലീസിനെ പുറത്താക്കുമ്പോ ദീർഘായുസൊക്കെ ചോദിച്ചു വാങ്ങിയ ഇബ്ലീസ് ആ ദീർഘായുസ് അല്ലാഹ് ഖിയാമം വരെ കൊടുത്തപ്പോൾ പറഞ്ഞതെന്താ? എന്താണ് ആ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, ഫബിമാ അഗ്വൈതനി ഫലഊവിയന്നഹും അജ്മഈൻ. ഞാൻ ഇവിടെ ചെയ്ത തെറ്റെന്താ? ഇതേ തെറ്റുകൊണ്ട് ഞാൻ എന്നെ പുറത്താക്കാൻ കാരണമായ ഇദ്ദേഹത്തിന്റെ മക്കളെ പിഴപ്പിക്കുന്ന. അതിന് അദ്ദേഹം സ്വീകരിക്കുന്ന വഴി ഞാനിവിടെ ചെയ്ത ഇതേ തെറ്റുകൊണ്ട്. ഫബിമാ അഗ്വൈതനി, ഇവിടെ ഞാൻ എന്താണോ പിഴച്ചത് ഇതേ തെറ്റുകൊണ്ട്. ഫലഊവിയന്നഹും അജ്മഈൻ, ഇയാളെ മക്കളെ ഞാൻ പിഴപ്പിക്കും. അവിടെ എന്തായിരുന്നു അയാൾ ചെയ്ത തെറ്റ്? അയാള് ആദം നബി അലൈഹിസ്സലാമിനെ ഇൽമു കൊണ്ട് മലക്കുകളെക്കാൾ ഉന്നത സ്ഥാനം അല്ലാഹു തആല നൽകുകയും അത് മലക്കുകളെ സദസ്സ് വിളിച്ചുകൂട്ടി ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തപ്പോ എങ്കിൽ
ആ ഇൽമിന്റെ മികവ് പാലിച്ചുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ ആദരിച്ച് സുജൂദ് ചെയ്യണമെന്ന് കൽപ്പിച്ചപ്പോ അത് സമ്മതിക്കാത്ത ഇബ്ലീസിന് പറ്റിയ തെറ്റെന്താണ്? ആദമിനെ തന്നെക്കാൾ വലിയ മികവ് അംഗീകരിച്ചു കൊടുത്തുകൂടാ. ഈ തെറ്റ് ഞാൻ ഈ ഉമ്മത്തിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണല്ലോ ഈ പറഞ്ഞത്. അതേ തെറ്റല്ലേ ഈ പറഞ്ഞ വാദത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്? ശൈത്താനോളവും മലക്കുൽ മൗത്തോളവും വിശാലമായ അറിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ട് എന്നത് ശിർക്കല്ലെങ്കിൽ പിന്നെ ശിർക്ക് വേറെ എന്താണ്? അങ്ങനെ ഒരു കാര്യം സ്ഥാപിക്കാൻ എന്ത് തെളിവാണുള്ളതെന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. അലം നശ്റഹ് ലക സദ്റക്, അല്ലാഹു തആല ചോദിക്കാണ്, അലം നശ്റഹ് ലക സദ്റക്. പരിശുദ്ധ ഖുർആന്റെ അവിടെയൊക്കെ തഫ്സീലെടുത്ത് മറിച്ചു നോക്കിയാൽ അള്ളാഹിന്റെ റസൂലിന് നൽകപ്പെട്ടുള്ള വിവരങ്ങളെപ്പറ്റി അത് പറയുന്ന മേഖലയല്ലാത്തത് കൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ മറ്റു ആദർശ ചർച്ചകളൊക്കെ ധാരാളം നമ്മൾ കേട്ടതാണ്. നമ്മൾ ഇപ്പോഴത്തെ ചർച്ച തബ്ലീഗ് ജമാഅത്തുകാരിൽ നമ്മൾ കാണുന്ന പ്രശ്നങ്ങൾ എന്ത് എന്നത് ചർച്ച ചെയ്യാണ്. അപ്പോ വെറുതെ അല്ല സമസ്ത കേരള ജമിയത്തുൽ ഉലമ ആ പ്രസ്ഥാനത്തോട് അടുക്കരുത്, നിസ്കരിപ്പിക്കലും നോമ്പ് കൊടുക്കാൻ നല്ല പണി തന്നെയാണ്, അതിനൊന്നും ആരും കുറ്റം പറയില്ല. പക്ഷെ നിസ്കരിപ്പിക്കുക നോമ്പ് ഒൽപ്പിക്കാന്ന് പറഞ്ഞേ ജനങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നൊരു പണി അത് ഒഴിവുള്ളം ചെയ്തോട്ടെ, നല്ല പണിയൊക്കെ തന്നെ. പക്ഷെ അങ്ങനെ ഒരു ബാധ്യത ഒന്നും ആർക്കില്ല, പ്രവാചകന്മാർക്ക് വരെയില്ല. ഒമാലൈന ഇല്ലൽ ബലാഉൽ മുബീൻ, പറഞ്ഞു കൊടുക്കലേ ബാധ്യതയുള്ളൂ. ചെയ്യിപ്പിക്കേണ്ട ബാധ്യത ആർക്കെങ്കിലും ഉണ്ടോ? ചെയ്യിപ്പിക്കാൻ പറ്റും, ബാധ്യത ഉണ്ട് മാതാപിതാക്കൾക്ക് മക്കളെ കാര്യത്തിൽ, അത് ചെയ്യേണ്ടത് തന്നെയാണ്. അത് തബ്ലീഗ് പ്രവർത്തനം അതിന് പറഞ്ഞെങ്കിൽ പറഞ്ഞോട്ടെ, കുഴപ്പമൊന്നുമില്ല. നമ്മളെ വാപ്പപ്പാമാരൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, അതൊരു തബ്ലീഗാണ്, ആ തബ്ലീഗ് നടക്കുന്നു. പക്ഷെ ഇതല്ല, ഇത് എന്താണ് ഈ സംഘടന ലക്ഷ്യമെന്ന് ഉണ്ടാക്കാതെ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ആ പ്രഖ്യാപന ലക്ഷ്യം അപകടകരമാണ്. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ അതിൽ നിന്ന് രക്ഷിക്കേണ്ടതുണ്ട്. അതിന്റെ പേരിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടി വന്നത്. ഇനി നിങ്ങൾ നോക്ക് മറ്റൊരു ഉദ്ധരണി. ഞാനിപ്പോ പറഞ്ഞത് രണ്ട് കാര്യം, ഒരുപാട് കാര്യങ്ങൾ, ഇവരുടെ അബദ്ധങ്ങൾ, തെറ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. തബ്ലീഗ് ജമാഅത്തിന്റെ നേതാക്കന്മാർ അവരുടെ പുസ്തകങ്ങളിൽ, അവരുടെ ഗ്രന്ഥങ്ങളിൽ അവരുടെ നേതാക്കന്മാരാരായിരുന്നു, അവർ പ്രഖ്യാപിച്ച ലക്ഷ്യമെന്തായിരുന്നു, ആ നേതാക്കളൊക്കെ ഒരുപക്ഷെ ഇപ്പോൾ മരിച്ചുപോയി. ഈ ഇപ്പോൾ കൂടിയിരിക്കുന്ന ജനങ്ങളൊന്നും അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ പോലും അതിൽ കൂടിയ ജനങ്ങളൊക്കെ ഇപ്പോൾ ഒഴുകുന്നത് ആ ലക്ഷ്യത്തിലൂടെയാണ്. നേതാക്കന്മാർ പ്രഖ്യാപിച്ച ലക്ഷ്യത്തിലായിപ്പോ ഈ ജനങ്ങളൊക്കെ ഉള്ളത്. കാരണം നല്ലതായി സുന്നത്ത് ജമാഅത്ത് പഠിപ്പിച്ച ഒരു നന്മകളും ഈ വിഭാഗത്തിൽ കാണുകയില്ല. മൗലിദിന് ഇവരെതിരാണ്, അവര് മൗലിദ് ഓതില്ല, മൗലിദ് ഓതുന്നവരോട് അവർക്ക് വെറുപ്പാണ്. അങ്ങനെ ഒരു സംവിധാനം എത്ര മുഅ്മിനീങ്ങൾ തബ്ലീഗിന്റെ പേരിൽ കൂടി ആരും ചെയ്യാറില്ല. നിസ്കാരത്തിൽ ചൊല്ലുന്ന സ്വലാത്ത് അല്ലാത്ത ഒരു സ്വലാത്ത് തബ്ലീഗ് ജമാഅത്ത് സംഘം ചേർന്നതിന്റെ പേരിൽ ഒറ്റ സ്വലാത്ത് പോലും അവർ ചൊല്ലാറില്ല. അങ്ങനെ ഒരു സ്വലാത്ത് വേദി അവർക്കുണ്ടാകാറുണ്ടോ? വിദ്യാർത്ഥികാരനോട് മുഴത്തിന് മുഴം ചാണിന് ചാൺ പിമ്പറ്റിക്കൊണ്ടാണ് ആദർശരംഗത്ത് 100%. ഈ പുസ്തകത്തിൽ ഈ കഥകളൊന്നും ഉണ്ട് എന്ന സംഗതി അറിഞ്ഞിട്ടില്ലാത്ത ജനങ്ങൾ പോലും ജീവിതത്തിൽ അങ്ങനെയാണ്. ഇത് തന്നെ അവരുടെ ലക്ഷ്യം. ഇതിൽ കൂടിയാൽ ഓട്ടോമാറ്റിക് ജനങ്ങളൊക്കെ ഗംഗോഹിയുടെയും ഇസ്മായിൽ ഷഹീദിന്റെയും ഒക്കെ ആശയത്തിൽ, അഥവാ ഇബ്നു അബ്ദുൽ വഹാബിന്റെ ആശയത്തിൽ എത്തിക്കൊള്ളും. എന്റേതായ വേറെ ഒരു ശൈലിയിൽ ഗുരുനാഥനായ ഈ സലഫിന്റെ ആശയം പ്രചരിപ്പിക്കലാണ് ഈ സംഘടനാ ലക്ഷ്യമെന്ന് പറഞ്ഞിരിക്കെ നേതാക്കന്മാർ ഇങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചത് അറിയാത്ത അനുയായികൾ ഇപ്പോൾ അവിടെ എത്തിപ്പെട്ടിരിക്കുകയാണ്. തബ്ലീഗുകാരൻ നമ്മൾ എവിടെ നോക്കിയാലും കാണാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, മറ്റൊരു ഉദ്ധരണി. താനവി എന്ന് പറയുന്ന ഒരു നേതാവ് ഇവർക്കുണ്ട്. അദ്ദേഹം ഇൽമുൽ ഗൈബുമായി ബന്ധപ്പെടുത്തിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇൽമുൽ ഗൈബുമായി ബന്ധപ്പെടുത്തിയിട്ട് ചോദ്യോത്തര പംക്തിയിൽ അദ്ദേഹം ഉത്തരം പറയാണ്. ഹിഫ്ളുൽ ഈമാൻ എന്ന പുസ്തകത്തിന്റെ 15-ാം പേജിലാണ് ഈ ഉദ്ധരണിയുള്ളത്. എന്താ ചോദ്യം എന്നറിയോ? അദൃശ്യജ്ഞാനം 2 വിധത്തിലുണ്ട്. ചോദ്യമാണ്, ചോദ്യം വിശദീകരിച്ച് ചോദിക്കാണ്. ഇൽമുൽ ഗൈബ് 2 വിധത്തിലുണ്ട്. ചോദ്യക്കാരൻ തന്നെ പറയാണ്, അദൃശ്യജ്ഞാനം 2 വിധമുണ്ട്. ഒന്ന് സ്വന്തമായി ലഭിക്കുന്നത്. ഈ അർത്ഥപ്രകാരം അല്ലാഹു അല്ലാതെ ഒരാളും അദൃശ്യജ്ഞാനമുള്ളവരാണെന്ന് പറയാൻ പറ്റില്ല. സ്വന്തമായി ഗൈബ് അറിയാം. രണ്ടാമത്തെ ഇനം മറ്റൊരാൾ മുഖേന ലഭിക്കുന്നത്. ഇതനുസരിച്ച് മറ്റൊരാൾ മുഖേന കിട്ടുന്ന ഇൽമുൽ ഗൈബ്
ഇതനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദൃശ്യജ്ഞാനമുള്ളവരാകുന്നു. ഈ വിശ്വാസവും പ്രവർത്തനവും ശരിയാണോ? ഇതാണ് ചോദ്യം. ചോദ്യം വിശദീകരണത്തോടെയുള്ള ചോദ്യമായതുകൊണ്ട് ഒരു പക്ഷേ ശ്രോതാക്കൾക്ക് മനസ്സിലായിരിക്കില്ല. ചോദിക്കുന്ന ആൾ തന്നെ പറയുന്നു, അദൃശ്യജ്ഞാനം ഇൽമുൽ ഗൈബ് രണ്ട് തരമുണ്ട്. ഒന്ന് സ്വന്തം നിലയിൽ കിട്ടുന്ന ഗൈബിയായ അറിവ്, അത് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. മറ്റൊന്ന് മറ്റൊരാളിൽ നിന്ന് ലഭിക്കുന്ന അറിവ്. ആ അർത്ഥപ്രകാരമുള്ള ഗൈബ് റസൂലുള്ളാഹ്ക്ക് ഉണ്ട് എന്ന് വിശ്വസിക്കലും അതനുസരിച്ച് പ്രവർത്തിക്കലും ശരിയാണോ എന്നാണ് ചോദ്യം. ഉത്തരം: തിരുനബിക്ക് അദൃശ്യം അറിയുമെന്നത് ശരിയാണെങ്കിൽ ഒരു കാര്യം അന്വേഷിക്കേണ്ടതുണ്ട്. അദൃശ്യമെന്നാൽ മുഴുവൻ അദൃശ്യവും എന്നാണോ അതോ ചില അദൃശ്യങ്ങൾ എന്നാണോ? ചിലതാണെങ്കിൽ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം എന്ത് പ്രത്യേകത? ഇത് ഏത് സാധാരണ മനുഷ്യർക്കും എന്നല്ല, കുട്ടികൾക്കും ഭ്രാന്തന്മാർക്കും മൃഗങ്ങൾക്കും മുഴുവൻ ജീവികൾക്കുമുള്ളതാണല്ലോ. കാരണം ഓരോ വ്യക്തിക്കും അറിയാത്തവ മറ്റേ വ്യക്തിക്കറിയുമല്ലോ. അപ്പോ ഒരാൾക്കറിയാത്തത് വേറെ ആൾക്കറിയുമ്പോ ആ അറിയാത്ത ആളെ സംബന്ധിച്ചത് ഗൈബല്ലേ? അപ്പോ എല്ലാവരും അദൃശ്യജ്ഞാനമുള്ളവരായി മാറി. ഹിഫ്ദുൽ ഈമാൻ. ഇപ്പൊ എന്തേ ഈ പറഞ്ഞ മറുപടി കൊണ്ട് വന്നത്? സ്വന്തമായ അറിവ് എന്ന ഗൈബ്, അതായത് മറ്റൊരാൾ കൊടുക്കാതെ സ്വയം കഴിവുകൊണ്ട് സ്വയം പര്യാപ്തതയോടുകൂടിയുള്ള, നമ്മൾ ശിർക്കിന്റെ നിർവചനത്തിലൊക്കെ പറഞ്ഞിട്ടുള്ള, തൗഹീദിന്റെ നിർവചനത്തിലൊക്കെ പറഞ്ഞിട്ടുള്ള സ്വയം പര്യാപ്തത, ആ നിലക്ക് അറിയുക എന്നത് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ മറ്റൊരാളിൽ നിന്ന് നേടുന്ന അറിവ് എന്നതാണ്, അത് നബിക്ക് അല്ലാതെ എല്ലാവർക്കും ഉണ്ട്. കാരണം ഗൈബ് എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് അറിയാത്തത് എനിക്കറിയുന്നു, അപ്പൊ ആ ആളെ സംബന്ധിച്ചത് ഗൈബാണ്. അത് നബിയും പിന്നെ മൃഗങ്ങളും ഭ്രാന്തന്മാരും മറ്റു മനുഷ്യരും കുട്ടികളും ഒക്കെ സമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ഗൈബ് നബിക്ക് ഇല്ല. ഇവിടെ ഇൽമുൽ ഗൈബിനെ വഹാബികൾ പറയുന്ന പോലെ അല്ല, ആ ശൈലിയിലല്ലെങ്കിലും വഹാബികൾ പറഞ്ഞിടത്തേക്ക് ജനത്തെ കൊണ്ടുപോകല്ലേ ചെയ്തത്. യഥാർത്ഥത്തിൽ ഇൽമുൽ ഗൈബ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഗൈബ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലും അത് മനസ്സിലാക്കാതെയാണ് അംബേട്ടവി എന്ന് പറയുന്ന ഖലീൽ അഹമ്മദ് അംബേട്ടവി എന്ന മുഹമ്മദ് ഇല്യാസിയുടെ മറ്റൊരു ഗുരുനാഥൻ പറഞ്ഞു വെച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഗൈബ് എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഉപയോഗപ്പെടുത്തുന്നത് അതിന്റെ അപ്പുറമുള്ളതെന്നാണ്. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരല്ല, ലോകത്തെല്ലാവരും അങ്ങനെ മനസ്സിലാക്കിയത്. മനുഷ്യന് അറിവിന്റെ മാർഗങ്ങൾ 5 5 ഇന്ദ്രിയങ്ങൾ: കണ്ണ്, കാത്, നാക്ക്, മൂക്ക്, കയ്യ്. ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെ അവയെ ഉപയോഗപ്പെടുത്തി കിട്ടുന്നതൊക്കെ അതിന് ഇൽമുൽ ഗൈബ് എന്ന് പറയില്ല, അത് ദൃശ്യജ്ഞാനങ്ങളാണ്. അതേസമയം അദൃശ്യജ്ഞാനങ്ങൾ എന്ന് പറയുന്നത് ഈ 5 ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തുള്ള വഴിക്ക് ലഭിക്കുന്ന ഇൽമ് എന്നാണ്. ആ വിശദീകരണം പോലും മൂടിവെച്ചുകൊണ്ട് മറ്റൊരു രൂപത്തിൽ വിശദീകരിച്ച് അങ്ങനെ ഒരു വിജ്ഞാനം, സ്വന്തമായ അറിവ് നബിക്കില്ല, എന്നാ പിന്നെ മറ്റൊരാളിൽ നിന്ന് കിട്ടുന്നത് അതെല്ലാവർക്കും ഉണ്ട്, അപ്പൊ നബിക്ക് ഇൽമ അറിയില്ല. നബിക്ക് ഇൽമുൽ ഗൈബ് ഉണ്ടെങ്കിൽ നമുക്കൊക്കെ ഇൽമുൽ ഗൈബ് ഉണ്ട് എന്ന് അപ്പൊ സ്ഥാപിച്ചു വെച്ചത്. ഇത് വേറെ ഒരു സ്വഭാവത്തിലൂടെ, അതാണ് എന്റെ പ്രത്യേക ശൈലിയിൽ എന്റെ ഗുരുനാഥനായ ഗംഗോഹിയുടെ ആദർശത്തിലേക്ക് ജനതയെ എത്തിക്കലാണ് ഈ സംഘടന കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയുന്നതിന്റെ കൃത്യമായ രൂപമാണ് ഇവിടെ ഈ ഇദ്ദേഹം വരച്ചു കാട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്ന വളരെയധികം ആദർശരംഗത്ത്, വിശ്വാസരംഗത്ത് അബദ്ധങ്ങളും അപകടങ്ങളും മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ കൂടിയിരിക്കുന്ന ആളുകൾ ഈ ബുക്കുകളിലും പുസ്തകത്തിലും ഇങ്ങനെയൊക്കെയുള്ള കഥകൾ അറിയട്ടെ അറിയാതിരിക്കട്ടെ, കർമ്മരംഗത്ത് ആ ആളുകളെയൊക്കെ ഈ ആദർശത്തിൽ അവർ ആക്കിക്കഴിഞ്ഞിട്ടുണ്ട്. അതിനൊരുപാട് ഉദാഹരണങ്ങൾ. നേരത്തെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരും പൈശാചികമായ ദുർബോധനങ്ങൾക്ക് വിധേയരായിക്കൊണ്ട് മറ്റു പലതിലേക്കും പോയ കൂട്ടത്തിൽ കുറെ തബ്ലീഗിലും ചെന്നുപെട്ട ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ പിന്നീടുള്ള അവസ്ഥ മുഴുവൻ പണ്ഡിതന്മാരോടും ദീനിന്റെ എല്ലാ വേദികളോടും അറപ്പും വെറുപ്പും പ്രഖ്യാപിച്ചുകൊണ്ട് പടുജാഹിലീങ്ങളായ ആളുകളൊപ്പം നേതാക്കം അവരെയൊക്കെ വലിയ കുത്തുബും കൗസുമാക്കി നടന്ന എത്രയോ വ്യക്തികൾ നമുക്ക് ഉദാഹരണം പറയാൻ പറ്റും. അതുകൊണ്ട് തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്ന ആ സംവിധാനം നമ്മൾ ജനങ്ങളെ ഉണർത്തേണ്ടത് അവർ ബാഹ്യത്തിൽ നടപ്പാക്കിക്കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങളെ എതിർത്തുകൊണ്ടല്ല. അത് ബാധ്യതയൊന്നും ഇല്ലെങ്കിൽ പോലും സൗകര്യമുള്ളവർക്കൊക്കെ അത് ചെയ്യാവുന്നതാണ്.
അതിനെ നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ ആരും കുറ്റപ്പെടുത്തില്ല എന്നുറപ്പുള്ള ഒരു മാർഗം പ്രവർത്തന മുഖമുദ്രയാക്കി മാറ്റി ഉള്ളിലൊളിപ്പിച്ച ഈ ആദർശ വഞ്ചന അവർക്ക് കിട്ടുന്ന ജനങ്ങളിലൂടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് തബ്ലീഗ് ജമാഅത്ത്. ഒരുപാട് കാര്യങ്ങൾ ആദർശ രംഗത്ത്, വിശ്വാസ രംഗത്ത് അബദ്ധങ്ങൾ വരുത്തിവെച്ച ഒരുപാട് കാര്യങ്ങൾ വീണ്ടും ചർച്ച ചെയ്യാനുണ്ട്. കൂടുതൽ സമയം മൈക്കിൽ തുടരാൻ എനിക്ക് കഴിയില്ല. അല്പസമയം മാത്രമേ ഞാൻ ഉണ്ടാവുകയുള്ളൂ. ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലായ ഭാഗങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലാകാത്ത ഭാഗങ്ങൾ വല്ലതും വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ ആളുകൾക്ക് മൈക്കിൽ വരാവുന്നതാണ്. അല്പസമയത്തേക്ക് മാത്രമെന്ന് ഓർമ്മപ്പെടുത്തി അല്ലാഹു തആല തെറ്റാത്ത ആശയങ്ങൾ പഠിച്ച് തെറ്റുകളെ ഉമ്മത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് മാതൃകായോഗ്യരായ ദീനീ പ്രവർത്തകരായി നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടരാമെന്ന് ഓർമ്മപ്പെടുത്തി തൽക്കാലം അവസാനിപ്പിക്കുന്നു. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.